ദൈവത്തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ദൈവസഭയുമായി ഒരുമിച്ച് കർത്താവിന്റെ പാദപീഠയിൽ ചേർന്നിരിക്കാൻ കർത്താവ് ഒരുക്കി തന്ന വിലയേറിയ അവസരങ്ങൾക്കായി കർത്താവിനെ ഞാൻ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകം ഇവിടെ സൂക്ഷിക്കുന്ന കർത്താവിന്റെ ദാസൻ ദേവദാസൻ ബ്രദറെന്തോ കുടുംബം ഇവിടെയായിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വരുന്നവനായ ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. എൻ്റെ പേര് കർത്താവദാസൻ പറഞ്ഞതുപോലെ സ്മിത്ത്, സ്വദേശം മുളന്തുരുത്തി. എനിക്ക് ഭാര്യയും കുഞ്ഞുമുണ്ട്. 6 വർഷങ്ങൾക്ക് ശേഷം, കല്യാണം കഴിഞ്ഞ 6 വർഷങ്ങൾക്ക് ശേഷമാണ് ഞങ്ങൾക്ക് കുഞ്ഞിനെ കർത്താവ് ദാനമായി തരുവാനായിട്ട്. അവരുടെ പേര് നോറ ആൻഡ് സുമിത്ത് എന്നാണ്. നമ്മുടെ പ്രാർത്ഥനയിൽ അടിയനെ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഇന്നിങ്ങനെ ആവശ്യമായി കടന്നു വരുവാൻ കർത്താവ് അടിയുടെ ജീവിതത്തിൽ കർത്താവ് ഒരുക്കിയ അവസരത്തിലാണ് ദൈവത്തെ സ്തുതിക്കുന്നു. ദാനദാസനാദി പറഞ്ഞ എനിക്ക് അധികം പേരെ ഒക്കെ പരിചയം സഭയിലില്ല. എന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ചിലപ്പോൾ ഈ ക്യാമ്പുകൾക്കൊക്കെ വരുമ്പോൾ നിങ്ങൾ എന്നെ കണ്ടിട്ടുണ്ടാവും. അതുപോലെ സെൻറ്ററിൻ്റെ മീറ്റിങ്ങിനൊക്കെ മാറ്റുവഴി കടന്നു വരുന്നവർക്കൊക്കെ എന്നെ കണ്ട് പരിചയം ഉണ്ടാകുവാനിടയുണ്ട്. കർത്താവദാസൻ പറഞ്ഞ പോലെ സുവിശേഷകരായ ആദ്യം ഞങ്ങൾ ഒരുമിച്ചാണ് ഞങ്ങൾ കോർഡിനേഷൻ എടുക്കുവാനിടയായിത്തീരുന്നത്. അതിനുശേഷം ജനുവരിയിൽ പാസ്റ്ററായിട്ടുള്ള ഓർഡിനേഷൻ എടുക്കുവാൻ കർത്താവ് സഹായിച്ചു. എനിക്ക് എൻ്റെ മാതാവിനെ നിങ്ങൾക്കറിയാമോ എന്നെനിക്കറിയാം. പ്രാർത്ഥിക്കുന്ന വിഷയമായിരുന്നു. പിതാവും മാതാവും ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ട് കർത്താവിന്റെ സന്നിധിയിൽ വിശ്രമിക്കുന്നു. കർത്താവ് അനവധി കഷ്ടങ്ങളും ജീവിതത്തിൽ കൂടി കടന്നു വന്നപ്പോഴെല്ലാം ദൈവം ഓരോ ദിവസവും ഞങ്ങളെ കരം പിടിച്ച് നടത്തുന്ന ദൈവകൃപയ്ക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഇതാണ് എന്നെക്കുറിച്ച് പറയുവാനുള്ള ചുരുക്കമായ ചില കാര്യം. നമ്മുടെ മുമ്പിൽ സമയം അധികമില്ലാത്തത് കൊണ്ട് ദൈവവചനത്തിലേക്ക് പെട്ടെന്ന് കയറുവാനായിട്ട് ആഗ്രഹിക്കുന്ന 2 തിമോഥെയോസിന്റെ ലേഖനം 1-ാം അധ്യായം 12-ാമത്തെ വാക്യം നമുക്ക് ചിന്തിക്കാൻ കാരണം. 2 തിമോഥെയോസിന്റെ ലേഖനം. ഞാൻ ഇതൊക്കെയും സഹിക്കുന്നു, എങ്കിലും ലജ്ജിക്കുന്നില്ല. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്നറിയുന്നു. അവൻ എന്റെ ഉപനിധി, ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തനെന്ന് ഉറച്ചുമിരിക്കുന്നു. തിന്മയൊന്നും ചേരിടാത്ത യേശുവല്ലോ എന്റെ നന്മ. തിന്മയൊന്നും ചെയ്തിടാത്ത യേശുവല്ലോ എന്റെ നന്മ. അവനുടയ്ക്കും അവൻ പണിയും നല്ല പാത്രമായി തൻഹിതം പോ. യേശുടയ്ക്കും യേശു പണിയും നല്ല പാത്രമായി തൻഹിതം പോ. എന്നുള്ള നിന്നില അർമാ വിശ്വാസത്താ ചേരുന്നേരമാനന്ദം വർണ്ണിക്കുവാൻ വാക്കുകൾ ഇല്ല. ചേരുന്നേരമാനന്ദം വർണ്ണിക്കുവാൻ വാക്കുകൾ ഇല്ല. നിങ്ങളൊക്കെ
അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട നല്ല പിതാവേ, അനുഗ്രഹമേറിയ നല്ല സമയത്തിനായി ഒരു പ്രാവശ്യം കൂടെ കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. സംഭവകുലമായ ലോകത്തിൽ കർത്താവെ ആപത്തുകളും അനർത്ഥങ്ങളും പകർച്ചവ്യാധികളും വ്യാപരിച്ചു കൊണ്ടിരിക്കുന്ന ദുഷ്ടലോകത്തിൽ കൊഴുന്നന്റെ കുഞ്ഞുങ്ങളെ ചുറകിനവരെ മറയ്ക്കുന്നത് പോലെ കർത്താവെ ഓരോ ദിവസവും നീ ഞങ്ങളെ മറയ്ക്കുന്ന ദൈവകൃപയ്ക്കായി ഞങ്ങളെ സ്തുതിക്കുന്നു. കർത്താവെ ഇന്ന് പകലിൽ കർത്താവെ ഈ ദിവസതയിൽ കടന്നു വരുവാൻ കർത്താവിന്റെ മാറ്റമില്ലാത്ത വചനവുമായി നിൽക്കുവാൻ എന്റെ ജീവിതത്തിൽ ദൈവം ഒരുക്കിയ അവസരങ്ങൾക്കായി കർത്താവിനെ സ്തുതിക്കുന്നത്. പകലിൽ വചനത്തിന്റെ വാതിലുകൾ പരിശുദ്ധാത്മാവ് തുറന്നു തരേണ്ടതിനായി ദൈവത്തോട് ഞങ്ങൾ അപേക്ഷിക്കുകയാണ്. കർത്താവെ, അടിയുടെ കുറവുകളൊന്നും കർത്താവ് ഓർക്കരുത്. കുഞ്ഞാടിന്റെ രക്തം കൊണ്ട് കഴുകി ഞങ്ങളെ ഓരോരുത്തരെയും ശുദ്ധീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിരോധമായി വ്യാപരിക്കുന്ന എല്ലാ എതിർ പ്രാർത്ഥനകളെയും ദേശാധിപതി പോരുകളെയും പൈശാചിക ശക്തികളെ നസ്രാനായ യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞങ്ങൾ ശാസിച്ചതിന്മേൽ പൂർണ്ണ ജയം എന്ന പകലിൽ എടുക്കുകയാണ്. കർത്താവെ, തിരുനാമം മാത്രം നിങ്ങളുടെ മഹത്വപ്പെടുക. കർത്താവെ, ഞങ്ങളുടെ ക്രൂശിന്റെ മറവിൽ മറയ്ക്കണം. പ്രാർത്ഥന കേട്ടിരിക്കുക. സ്തോത്രം യേശു ക്രിസ്തുവിൻ നാമത്തിൽ ചോദിക്കുന്നു, സ്വർഗീയ നല്ല പിതാവേ. ഞങ്ങൾ ഉയർത്തി കർത്താവ് സ്തോത്രം ചെയ്യാം. ഒരു പ്രാവശ്യം കൂടെ വായിച്ചു. അത് നിമിത്തം തന്നെ ഞാൻ ഇതൊക്കെയും സഹിക്കുന്നു, എങ്കിലും ലജ്ജിക്കുന്നില്ല. ഞാൻ ആര് വിശ്വസിച്ചിരിക്കുന്നു എന്ന് അറിയുന്നു. അവൻ എന്റെ ഉപനിധി ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തൻ എന്ന് ഉറച്ചുമിരിക്കുന്നു. നമ്മൾ തിരുവചനം നമ്മൾ ധ്യാനിക്കുമ്പോൾ, പ്രത്യേകിച്ച് വെളിപ്പാട് പുസ്തകത്തിന്റെ അവസാന അധ്യായമായ അല്ലെങ്കിൽ അവസാന പുസ്തകമായ വെളിപ്പാട് പുസ്തകത്തിൽ മകളെ നമുക്ക് ശ്രദ്ധിക്കും. വചനത്തിൽ വെളിപ്പാട് പുസ്തകം ഇങ്ങനെ ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യം, ജയിക്കുന്നവന് ഞാനത് കൊടുക്കും, ജയിക്കുന്നവന് ഞാനത് നൽകും. അങ്ങനെ അതിന്റെ താഴെ ഇങ്ങനെ കൂടെയാണ് പറയുന്നത്, ആത്മാവ് സഭകളോട് പറയുന്നത് എന്ത്, ചെവിയുള്ളവൻ കേൾക്കട്ടെ. അപ്പോൾ ആ ഭാഗം നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ, ആത്മാവ് സഭയോടാണ് പറയുന്നത്. പക്ഷെ കേൾക്കുന്നവനെ കുറിച്ച് പറയുമ്പോൾ ഒരുവനെ കുറിച്ചാണ് പറയുന്നത്. ചെവിയുള്ളവൻ ആരോ അവൻ കേൾക്കട്ടെ. എന്താണ് ഈ വാക്യത്തിന്റെ അർത്ഥം? നമുക്കറിയാം, അതിന്റെ തുടക്കത്തിൽ എങ്ങനെയാണ് പറയുന്നത്, ജയിക്കുന്നവന് ഞാനത് കൊടുക്കും. ഇംഗ്ലീഷിൽ ഇത് പറയുന്നത് those who overcome, അല്ലെങ്കിൽ വിഷയങ്ങളെ തരണം ചെയ്ത് മുന്നേറുന്ന വ്യക്തികൾക്ക് ഞാൻ ചിലത് നൽകും. അവർക്ക് വേണ്ടിയിട്ടാണ് പരിശുദ്ധാത്മാവ് പറയുന്നത്. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന്, ജയിക്കണമെന്ന ആഗ്രഹമുള്ള, സ്തോത്രം, ദൈവസന്നിധി നിത്യതയിൽ എത്തണമെന്ന ആഗ്രഹമുള്ള ജനമാണ് ഈ ചെവിയുള്ള വ്യക്തികൾ എന്ന് പറയുന്നത്. ഒന്നും കൂടെ പറഞ്ഞാൽ, ഈ 2 ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം അല്ലെങ്കിൽ യെശയ്യാവിന്റെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ 55-ാമത്തെ അധ്യായം, യെശയ്യാ പ്രവചന പുസ്തകം 55-ാമത്തെ അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം ഒന്ന് വായിക്കുന്നു. അപ്പമല്ലാത്തതിന് ദ്രവ്യവും തൃപ്തി വരുത്താത്തതിന് നിങ്ങളുടെ പ്രയത്നഫലവും ചെലവിടുന്നത് എന്തിന്? എന്റെ വാക്ക് ശ്രദ്ധിച്ചു കേട്ട് നന്മ അനുഭവിക്കും. അതിന്റെ അവസാനത്തെ വാക്യം, എന്റെ വാക്ക് ശ്രദ്ധിച്ചു കേട്ട് നന്മ അനുഭവിക്കും. തുടക്കത്തിൽ ആമുഖമായി ഞാനിത് പറയുന്നതിന്റെ സാരാംശം ചോദിച്ചു. ദൈവത്തിന്റെ ആത്മാവ് സഭകളോട് ദൈവത്തിന്റെ ആത്മാവിന് പറയുവാൻ പലതുമുണ്ട്. പക്ഷെ ഇതിന് നടുവിൽ ദൈവം ആഗ്രഹിക്കുന്നത് ദൈവത്തിന്റെ വചനം കേട്ടു പോകുന്നവരെ അല്ല
ദൈവം ഇന്ന് പകലിൽ ശ്രദ്ധിക്കുന്നത്? ഒന്നും കൂടെ പറഞ്ഞ, ദൈവം ഈ പകലിൽ ഇവിടെ നിന്ന് നോക്കുന്നത്, ഈ ആത്മാവ് സഭകളോട് പറയുക എന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് ഇവിടെ സംസാരിക്കുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ, കർത്താവിന്റെ ദാസന്മാരിൽ കൂടി ദൈവം നിയോഗമിട്ട് ദൈവത്തിന്റെ ചില ആലോചനകൾ ദൈവസഭയോട് കൈമാറുമ്പോൾ അത് ഞങ്ങളുടെ ദൈവദാസന്മാരുടെ പ്രസംഗമല്ല, ഞങ്ങളുടെ ഹൃദയത്തിന്റെ ആഗ്രഹമല്ല ഞങ്ങൾ ഇവിടെ പ്രസംഗിക്കുന്നത്. മറിച്ച് ദൈവത്തിന്റെ ഹൃദയത്തിലെ ആഗ്രഹം ഞങ്ങളുടെ നാവിലൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കൈമാറുന്നതാണ്. സ്തോത്രം, ഹല്ലേലൂയ. ഈ ദൂതുകൾ എന്ന് പറയുന്നത്. എന്നാൽ ഈ ദൂതുകൾ ആർക്കാണ് ആവശ്യമെന്ന് ചോദിച്ചാൽ, ജയിച്ച ഈ ഭൂമിയിൽ ജീവിക്കുന്ന ദൈവമക്കൾക്ക് പ്രതികൂലങ്ങളും പ്രയാസങ്ങളും പോരാട്ടങ്ങളും അവരുടെ ജീവിതത്തിലേക്ക് ആഞ്ഞടിക്കുമ്പോൾ, സ്തോത്രം, അവരുടെ ജീവിതത്തിൽ, സ്തോത്രം, ഹല്ലേലൂയ, അവർക്കതിനെ തരണം ചെയ്യണമെങ്കിൽ, അതിനെ ഓവർകം ചെയ്യണമെങ്കിൽ, അതിനെ ജയിക്കണമെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മോട് പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ച് നാം കേട്ട് നമ്മുടെ ഹൃദയത്തിൽ സംഗ്രഹിക്കുമ്പോൾ മാത്രമേ നമുക്കതിനെ ജയിക്കുവാനായിട്ട് കഴിയത്തുള്ളൂ. ശ്രദ്ധിക്കൂ, നമ്മളെക്കാൾ ഭക്തന്മാർ, നമ്മളെക്കാൾ ശക്തന്മാർ വീണുപോയ പാതയിലാണ് നാം ഓരോരുത്തരും നിൽക്കുന്നതെന്ന് ഇന്ന് പകലും നാം മറന്നു പോകരുത്. സ്തോത്രം, ഹല്ലേലൂയ. നാം വിചാരിക്കും നമ്മുടെ ആത്മീയത ഇങ്ങനെ അങ്ങ് മുന്നോട്ട് പോകുമെന്ന. സ്തോത്രം. എന്നാൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, ഈശാനമൂലൻ എപ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ആനന്ദിക്കുന്നതെന്ന് അറിയത്തില്ല. എന്നാൽ അതിന് നടുവിൽ ഞാൻ പറയട്ടെ, സ്തോത്രം, നമ്മുടെ കുഞ്ഞുങ്ങളോടൊക്കെ, പഠിക്കുന്ന കുട്ടികളോടൊക്കെ, സ്തോത്രം, ഹല്ലേലൂയ, നാം പറയാറുള്ള ഒരു വാക്യം, ഒരു കാര്യമുണ്ട്. എന്താണ്? സ്തോത്രം, ക്ലാസ്സിൽ, സ്തോത്രം, ഹല്ലേലൂയ, ടീച്ചർ പഠിപ്പിക്കുമ്പോൾ ശ്രദ്ധിച്ചു കേൾക്കണം. അല്ലേ പറയാറില്ലേ? മകളെ, ക്ലാസ്സിൽ പഠിപ്പിക്കുന്നത് നീ ശ്രദ്ധിച്ചിരുന്നാൽ പരീക്ഷാ സമയത്ത് നിനക്ക് അധികം പ്രയാസപ്പെടേണ്ടതായ കാര്യം ഉണ്ടാകില്ല. നമ്മുടെ മക്കളോട് നമ്മളിത് ഉപദേശിക്കാറുണ്ട്. എന്നാൽ ദൈവസഭയിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുന്നത് ശ്രദ്ധിക്കുവാൻ എത്ര പേര് സമയവും എത്ര പേര് അതിന് തയ്യാറാകുന്നുവെന്ന് ഇന്ന് പകലിൽ ഒന്ന് പരിശോധിക്കുന്നത് നല്ലതായിരിക്കും. ഞാൻ സാവധാനം പോകാൻ ആഗ്രഹിക്കുക. സ്തോത്രം. പ്രിയരെ, 2 ദിനവൃത്താന്തങ്ങളുടെ പുസ്തകത്തിലാണെന്ന് തോന്നുന്നു. സ്തോത്രം, 2 ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം 33:10 ഇങ്ങനെ പറയുന്നത്, സ്തോത്രം, ദൈവം മനുഷ്യനോട് നമ്മളോട് സംസാരിച്ചു, എന്നാലും അവരെന്ത് ചെയ്തില്ല? ശ്രദ്ധിച്ചില്ല എന്ന് പറയുന്നു. അപ്പോൾ ദൈവം സംസാരിക്കുമ്പോൾ, സ്തോത്രം, ശ്രദ്ധിക്കണയോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് നമ്മൾ ഓരോരുത്തരും അല്ലേ? ഉന്തി മരങ്ങേറ്റിൽ എന്തോരം കീറും. ഹല്ലേലൂയ. സ്തോത്രം. ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ എന്ത് ചെയ്യും? പ്രോത്സാഹിപ്പിക്കും. ദൈവത്തിന്റെ ആത്മാവ് നമുക്ക്, സ്തോത്രം, ഹല്ലേലൂയ, നമ്മുടെ ഹൃദയത്തിൽ വചനം നമ്മുടെ ഹൃദയത്തിൽ നൽകി നമ്മെ ബലപ്പെടുത്തും. അല്ലേ? സ്തോത്രം. നമുക്കറിയാം, ഈ പടക് അല്ലെ, കർത്താവായ യേശുക്രിസ്തുവിന്റെ മരണശേഷം ശിഷ്യന്മാർ എല്ലാവരും കൂടെ ഇരുന്ന് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. കർത്താവായ യേശുക്രിസ്തു മരിച്ചു, കർത്താവിനെ അടക്കം ചെയ്തു. അടക്കം ചെയ്ത ശേഷം, സ്വന്തം ശിഷ്യന്മാരെല്ലാവരും കൂടെ ഇരുന്ന് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് ഒരുത്തൻ ചാടി എഴുന്നേറ്റ് പറയുകയാണ്, ഞാൻ പോവാ, പഴയ പണിക്ക് ഞാൻ പോവുക. എന്താ പഴയ പണി? നമുക്കറിയാമല്ലോ, മീൻ പിടിക്കുന്ന പരിപാടി. ഇത് കേട്ടപ്പോൾ മറ്റുള്ളവരെ എന്ത് ചെയ്തു? ഞങ്ങളും കൂടെ പോരുന്നു എന്ന് പറഞ്ഞ് പത്രോസിന് പിന്നാലെ പോയി. നമുക്ക് ആ സന്ദർഭം അറിയാം, ഞാൻ അതിന്റെ പശ്ചാത്തലം നമ്മൾ എടുക്കുന്നില്ല. സ്വതന്ത്രം നമുക്കറിയാം, അതിൽ അവർ രാത്രി മുഴുവനും എന്ത് ചെയ്തു? അധ്വാനിച്ചു. ഒന്നും കിട്ടി. അപ്പോൾ എന്റെ ഹൃദയത്തിലേക്ക് വന്നൊരു ചിന്ത, അവരെ രാത്രി മുഴുവൻ അധ്വാനിക്കുമ്പോഴും ഈ വള്ളത്തിൽ കയറി മീൻ പിടിക്കുമ്പോൾ ഇവര് സംസാരിക്കുന്നത് മൊത്തം ഈ കർത്താവിന്റെ കൂടെ നടന്ന 3.5 വർഷത്തെ അനുഭവങ്ങളായി. ഭൂതങ്ങളെ പുറത്താക്കി, രോഗികളെ സൗഖ്യമാക്കി, അവസാനം നമ്മൾ വന്ന് നിൽക്കുന്ന അവസ്ഥ കണ്ടില്ല.
അവരുടെ നിരാശ അവരുടെ ഹൃദയത്തിൽ മൂടി നിൽക്കുന്ന ഒരു അനുഭവം. നിരാശ അവരുടെ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുന്ന അനുഭവത്തിൽ സ്തോത്രം അവർ എന്റെ ചിന്തയിൽ എന്റെ ഭാവനയിലായിരിക്കും അവർ പറഞ്ഞു കാണും, സ്തോത്രം ഹല്ലേലൂയ, ഇതുകൊണ്ടാണ് സ്തോത്രം നിരാശവും കാരണം മനസ്സിലൊരു സന്തോഷമില്ലാത്തത് കൊണ്ട്, ഒരു പ്രത്യാശ ഇല്ലാത്തത് കൊണ്ട് മീൻ പിടിച്ചിട്ട് പോലും ഒന്നും കിട്ടുന്നില്ല എന്ന് ചിലപ്പോൾ അവരെന്ത് ചെയ്യും പറഞ്ഞിട്ടുണ്ടാകും. നമ്മൾ പറയാറില്ലേ, സ്തോത്രം ഇന്ന് മനസ്സിലൊരു സുഖമില്ല, അതുകൊണ്ട് ഒന്നും ചെയ്തിട്ട് ശരിയാകുന്നില്ല. ചിലപ്പോൾ ഇങ്ങനെയായിരിക്കും പറഞ്ഞത്, സ്വതന്ത്രം 3.5 വർഷം കർത്താവിന്റെ കൂടെ നടന്നിട്ട് സ്വതന്ത്രം മീൻ പിടിക്കാൻ പോലും എന്ത് ചെയ്തു, മറന്നുപോയി കാണും. എവിടെയാണ് അതിന്റെ യഥാർത്ഥ ആ സ്ഥാനം എന്ന് പോലും അറിയുവാൻ കഴിയാതെ കൊണ്ട് അവർ എന്ത് ചെയ്തു, ഇങ്ങനെയൊക്കെ പറഞ്ഞു കാണും. സ്വതന്ത്രം എന്റെ ഭാവനയിലുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഇതിന്റെ നടുവിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. സ്വതന്ത്രം ഇവരിതൊക്കെ ചെയ്ത് സ്വതന്ത്രം നേരം വെളുത്തപ്പോൾ ഒരു ശബ്ദം അവർ കേട്ടു. ഇനി വാളാ ഞാൻ എന്നെ കാണിച്ചു തരാമെന്നാണ് അവർ. എല്ലാം കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതുമുണ്ടോ? കർത്താവിനെ ഉപേക്ഷിച്ചു പോയി, കർത്താവിനെ തള്ളിപ്പറഞ്ഞു. സ്തോത്രം ഇതെല്ലാം ചെയ്തിട്ടും സ്തോത്രം ഹല്ലേലൂയ അവരുടെ ജീവിതത്തിൽ അവർ പ്രാഗിയും സ്തോത്രം അവരുടെ ജീവിതത്തെ അവർ ശപിച്ചു ഒക്കെ അവർ ഇരുന്നപ്പോഴും സ്തോത്രം ഹല്ലേലൂയ കർത്താവിന്റെ സമീപനം എന്തെന്ന് ചോദിച്ചാൽ സ്തോത്രം അവരുടെ ആർദ്രതയോടെ, ഒരു അമ്മയുടെ സ്നേഹം പോലെ, ഒരു പിതാവിന്റെ സ്നേഹം പോലെ തന്റെ മക്കളെ തേടി വരുന്ന സ്തോത്രം ഒരു അനുഭവം നമുക്ക് അവിടെ കാണുവാൻ കഴിയും. ഇന്ന് പകലിൽ ദൈവസഭയോട് ഞാൻ പറയട്ടെ, ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ പ്രത്യാശ നഷ്ടപ്പെട്ട് സ്തോത്രം കർത്താവിന്റെ പുറകെ ഞങ്ങൾ വന്നിട്ട് സ്തോത്രം ഞങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെയാണോ സംഭവിക്കുന്നത് ചോദിക്കുന്നവരോടും ഇന്ന് പകൽ ദൈവത്തിന് നിങ്ങളോട് ഇടപെടുവാനുള്ള ഒരേ ഒരു വിളി ഇത്രയുള്ളൂ, കുഞ്ഞുങ്ങളെ എന്നുള്ള ആശ്വസിപ്പിക്കുന്ന ഒരു ദൈവ ശബ്ദം ഇന്ന് പകലിൽ ഹല്ലേലൂയ നമ്മൾ അവിശ്വസ്തരായി തീരുമ്പോഴും ഹല്ലേലൂയ അവിശ്വസ്തത കാണിക്കുന്ന ദൈവത്തെ അല്ല ഇന്ന് പകലിൽ ദൈവജനം ആരാധിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകലിൽ ഇവിടെ ഇരിക്കുന്ന ദൈവജനത്തോട് പറയട്ടെ, ഹല്ലേലൂയ നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു അമ്മയെ സ്നേഹിക്കുന്നത് പോലെ, ഒരു പിതാവ് സ്നേഹിക്കുന്നത് പോലെ നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു കർത്താവുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. ഇന്ന് പകലിൽ അവന്റെ അടുക്കലേക്ക് നിങ്ങളൊന്ന് മടങ്ങി വരുവാൻ, അവന്റെ സമീപത്തിലേക്ക് നിങ്ങളൊന്ന് മടങ്ങി വരുവാൻ, അവന്റെ സന്നിധിയിലേക്ക് നിങ്ങളൊന്ന് കടന്നു വരുവാൻ സ്തോത്രം. നിങ്ങൾ ശരീരം കൊണ്ട് ഇവിടെ വന്നിരിക്കുന്നവരാ, എന്നാൽ നിങ്ങളുടെ മനസ്സുകൊണ്ട് നിങ്ങൾ ഇന്ന് പരിശോധിച്ചു നോക്കൂ, അവനോട് എത്രയോ അകലം വിട്ടാണ് നമ്മൾ നടക്കുന്നത്. സ്തോത്രം ഹല്ലേലൂയ എത്രയോ ദൂരം വിട്ടാണ് നമ്മൾ നടക്കുന്നത്. ഇന്ന് പകൽ ദൈവം നിന്നെ വിളിക്കുന്ന വിളിയുണ്ട്, കുഞ്ഞുങ്ങളെ എന്തിന് ദൂരെ നിൽക്കുന്നു? സ്തോത്രം ഹല്ലേലൂയ നിന്റെ അധ്വാനം കൊണ്ട് നീ എന്ത് നേടി? സ്തോത്രം നിന്റെ പ്രയത്നം കൊണ്ട് നീ എന്താ നേടിയത്? സ്തോത്രം ഹല്ലേലൂയ കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതും നിന്റെ കരത്തിലുണ്ടോ? സ്തോത്രം നീ ക്രിസ്തുവിനെ വിട്ട് ദൂരെ നടന്നപ്പോൾ, ക്രിസ്തുവിനെ വിട്ട് നീ അകലെ നടന്നപ്പോൾ നിന്റെ ജീവിതം ശൂന്യമായിരുന്നു. എന്നാൽ ഇന്ന് പകലിൽ കർത്താവ് നിന്റെ പേരിൽ വിളിക്കുകയാ, നീ അവന്റെ അടുക്കലേക്കൊന്ന് മടങ്ങി വരൂ. നിന്റെ അവന്റെ അടുക്കലേക്ക് നീ മടങ്ങി വരൂ. നിന്റെ പടകനെ നിറയ്ക്കുവാൻ അവൻ വിശ്വസ്തനാണ്. അതിന്റെ ഉപരി അവൻ നിങ്ങളെ സ്നേഹിക്കുന്നുവെന്ന് നിങ്ങൾ പകലിൽ ദൈവവചനത്തിൽ ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുകയാ. സ്തോത്രം പ്രിയരേ, ഇന്ന് പകലിൽ കർത്താവിന്റെ ശബ്ദം ആത്മാവ് ഈ സഭയോട് പറയുന്നത് സ്തോത്രം അകലം വിട്ട് നടക്കുവാനല്ല, സ്തോത്രം ദൂരെ സഞ്ചരിക്കുവാനല്ല, ശരീരം കൊണ്ട് പുറമെയുള്ള അഭിനയങ്ങളല്ല ദൈവത്തിന് ആഗ്രഹം. ഹൃദയം കൊണ്ട് പുറമെ യഹൂദനായവനല്ല യഹൂദൻ, ആഗമ യഹൂദനായവനായ യഹൂദൻ. ഇന്ന് പകൽ ദൈവശബ്ദം കേൾക്കുന്ന ദൈവജനത്തോട് ആത്മാവിനെ വിവേചിച്ചു പറയുകയാ, നീ ദൂരെ വിട്ട് നടക്കുന്നത് മതിയാക്ക്. നീ എത്ര അധ്വാനിച്ചാലും, നീ എത്ര ഓടിയാലും, ഞാൻ നിങ്ങളോട് പറയാം, നിന്റെ ജീവിതം ശൂന്യമായി തന്നെ കിടക്കുക തന്നെ ചെയ്യും. എന്നാൽ ക്രിസ്തുവിനോട് കൂടെ നീ നടക്കുമെങ്കിൽ നിന്റെ ജീവിതം അനുഗ്രഹിക്കപ്പെടുക തന്നെ ചെയ്യും. അകലം വിട്ട് നടന്നത് മതി. അവനോട് പറ്റിയിരിക്കുക, അവനെ വിടുവിക്കും. അവന്റെ നാമത്തെ അറിയുകയല്ലാതെ അവനെ ഉയർത്തും. സ്തോത്രം. നാമം ഉയരുവാൻ പാട്ട് കേട്ടുക. നമ്മളൊന്ന് സ്തോത്രം
എന്ന വചനം പറയുന്നു, നീ ദൈവത്തോട് പറ്റിയിരിക്കുന്ന അനുഭവമാണെങ്കിൽ, അവന്റെ നാമത്തെ നീ അറിയേണ്ടതുപോലെ അറിയുമെങ്കിൽ, സ്തോത്രം ഹല്ലേലൂയ, നിന്നെ ഉയർത്തുവാനും സ്തോത്രം നിന്നെ വിടുവിപ്പാനും ഹല്ലേലൂയ സർവശക്തനായ ദൈവം മതിയായവനാണെന്ന് ഇന്ന് പകൽ വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തോത്രം ചെയ്തേ. ഹല്ലേലൂയ. അതുകൊണ്ട് പകലിൽ പരിശുദ്ധാത്മാവ് സഭയോട് പറയുന്നത് ചെവി നമ്മുടെ ഹല്ലേലൂയ സ്തോത്രം പുറമെയുള്ള ചെവിയല്ല, സ്തോത്രം ഹല്ലേലൂയ ശ്രദ്ധിക്കുന്ന ഒരു മനസ്സാണ് അവിടെ കാണിക്കുന്നത്. ശ്രദ്ധിക്കുന്ന ഒരു ഹൃദയം, ശ്രദ്ധിക്കുന്ന ഒരു മനസ്സ്. സ്തോത്രം ഹല്ലേലൂയ. ദൈവത്തിന് മുന്നിൽ ശ്രദ്ധിക്കുന്നുവെങ്കിൽ സ്തോത്രം ഹല്ലേലൂയ ദൈവത്തിന്റെ അനുഗ്രഹം നമ്മുടെ മേൽ ഉണ്ടായിരിക്കും. സ്തോത്രം ഹല്ലേലൂയ. സ്തോത്രം ഹല്ലേലൂയ. അതിലെ എബ്രായ ലേഖനം വിളിച്ചു പറയുന്നത് 2-ാം അധ്യായം 1-ാം വാക്യം എന്താണ് പറയുന്നത്? അതുകൊണ്ട് നാം വല്ലപ്പോഴും ഒഴുകി പോകാതിരിക്കേണ്ടതിന് കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാൻ ആവശ്യമായിരിക്കുന്നു. ഓ സ്തോത്രം ഹല്ലേലൂയ. കേട്ടുപോകുന്നവരെയല്ല സ്തോത്രം ഹല്ലേലൂയ അവിടെ പറയുന്നത്. എന്താണ്? ആരാണ് ഒഴുകി പോകുന്നത്? തിരുവചനം ഒഴുകി പോകുമെന്നാണോ? അല്ലല്ല. സ്തോത്രം തിരുവചനം ഹല്ലേലൂയ എന്നേക്കും നിലനിൽക്കുന്നതാ. പിന്നെ ആരൊഴുകി പോകും? പറയാം ഹല്ലേലൂയ സ്തോത്രം. വർഷങ്ങളുടെ പാരമ്പര്യം പറഞ്ഞാലൊന്നും ഇവിടെ നിൽക്കാൻ കഴിയത്തില്ല. ഇവിടെ നിൽക്കണമെങ്കിൽ സ്തോത്രം ഹല്ലേലൂയ കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാൻ ആവശ്യമായിരിക്കും. ചോദിക്കണ്ടേ, കേട്ട വചനം നമുക്ക് ഉപകാരമായി വരാറുണ്ടോ? കേട്ട വചനം അധികം ശ്രദ്ധയോടെയാണോ ഞാൻ കരുതുന്നത്? സ്തോത്രം. ഇന്ന് പകലിൽ അതുകൊണ്ട് സ്തോത്രം ദൈവസഭയിൽ ആയിരിക്കുമ്പോ അല്ലെ, ജയിക്കുന്നവനെ കുറിച്ച് അവിടെ പറയുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. സ്വതന്ത്രം ജയിക്കുന്നവനെ കുറിച്ച് പറയുമ്പോൾ അതിന്റെ 3-ാം അധ്യായത്തിന്റെ അതിന്റെ 5-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, ജയിക്കുന്നവന് 3:5 ജയിക്കുന്നവൻ വെള്ളയുടുപ്പ് ധരിക്കും. വെള്ളയുടുപ്പ് ആർക്ക് കിട്ടണേ? നമ്മളൊന്നും പെട്ടിയിൽ നിന്നിട്ടുണ്ടോ? ആ ഉടുപ്പ് നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല. അവിടെ കിടന്ന് വേറെ ഉടുപ്പ്. വെള്ളയുടുപ്പ് ധരിക്കും. അവന്റെ പേർ ഞാൻ കണ്ടു. നിങ്ങളുടെ വാക്യത്തിന്റെ ആഴം നിങ്ങൾക്ക് മനസ്സിലായി? ജീവപുസ്തകത്തിൽ നിന്ന് മായ്ച്ച് കളയാതെ. ആരുടെ പേരാ മായ്ച്ച് കളയാതിരിക്കുന്നത്? ജയിക്കുന്നവൻ. ഇന്ന് പകലിൽ ജയിച്ച വ്യക്തിയാണോ നിങ്ങൾ? ജയിക്കുവാൻ പോട്ടെ, ജയിക്കുവാൻ ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ നിങ്ങൾ? സ്തോത്രം. ആത്മാവ് നിങ്ങളോട് ഇടപെടുന്നത്. സ്തോത്രം ഹല്ലേലൂയ. പ്രതികൂലങ്ങൾ നിന്റെ ജീവിതത്തിൽ ആഞ്ഞടിക്കുമ്പോൾ നീ താലടിയായി പോകുകയില്ല. സ്തോത്രം ഹല്ലേലൂയ. പത്രോസ് വെള്ളത്തിൽ കൂടി ഹല്ലേലൂയ നടന്ന സ്തോത്രം ഹല്ലേലൂയ. എന്നാൽ പ്രതികൂലം വന്നപ്പോൾ സ്തോത്രം ഹല്ലേലൂയ ഈശാനമൻ അല്ലെങ്കിൽ കാറ്റടിച്ചപ്പോൾ തിരമാല ശക്തിയോടെ പൊങ്ങിയപ്പോൾ സ്തോത്രം ഹല്ലേലൂയ യേശുവിൽ നിന്ന് നോട്ടം നീങ്ങിയ പത്രോസിന്റെ നോട്ടം തിരമാലകളിലേക്ക് നീങ്ങിയപ്പോൾ പത്രോസ് മുങ്ങിപ്പോകുവാനിടയായിത്തീർന്നു. മുങ്ങിപ്പോയ പത്രോസിനെ അവൻ വിട്ടുകളഞ്ഞില്ല. ഇന്ന് നിങ്ങൾ മുങ്ങിത്താഴുന്ന ഒരു അനുഭവത്തിലാണ് നിൽക്കുന്നതെങ്കിൽ പ്രിയമുള്ളവരെ, സ്തോത്രം ഹല്ലേലൂയ, നിന്റെ വലങ്കരത്തിൽ പിടിക്കുന്ന ഒരു കർത്താവുണ്ട്. സ്തോത്രം ഹല്ലേലൂയ. സ്തോത്രം ഹല്ലേലൂയ. ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അവിശ്വാസിയെ നീ എന്തിനു ഭയപ്പെടും? അപ്പൊ ജയിക്കുന്നവന്റെ പേര് ദൈവം ജീവപുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയുകയില്ല. എന്നാൽ ജയിക്കാത്തവന്റെ അവസ്ഥയോ മായ്ച്ചു കളയും. അതുപോലെ ജയിക്കുന്നവന് എന്റെ കൂടെ സിംഹാസനത്തിൽ ഇരിപ്പാൻ ഞാൻ എന്ത് ചെയ്യും? വരം നൽകും. അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് പ്രാപിക്കണമെങ്കിൽ നമ്മളിങ്ങനെ കിടന്ന് ഉറങ്ങിയാലെന്ന് വെച്ചാ നമ്മൾ സ്വർഗത്തിൽ പോകത്തില്ല. ഇവിടെ ആത്മാവിന് പറയുവാനുള്ളത് കേൾക്കാൻ നമുക്ക് താല്പര്യമില്ല. നമുക്ക് പലതും കേൾക്കുവാൻ കൊതിയ, പരദൂഷണം കേൾക്കാൻ വലിയ ഇഷ്ടമാണ്.
മറ്റുള്ളവരുടെ കുറ്റം കേൾക്കാൻ നമുക്ക് വലിയ ഇഷ്ടം. എന്താ പറഞ്ഞേ ഞാൻ കേട്ടില്ലല്ലോ. എന്നാൽ ഇവിടെ തൊണ്ടകീറി ദേവദാസന്മാർ പ്രസംഗിച്ചാലും അത് കഴിയുമ്പോൾ എന്താ പ്രസംഗിച്ചെന്ന് ചോദിക്കുന്ന ഒരു വിശ്വാസിയും ഞാൻ കണ്ടിട്ടില്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നാളെ എന്നെ ഞാൻ വീണ് പോയതൊരു കുറ്റം പറഞ്ഞത് എവിടെ, എന്ത് സംഭവിച്ചു, എങ്ങനെ സംഭവിച്ചു? അടുത്ത ആളോട് പറഞ്ഞില്ലെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, കേട്ട വചനം അടുത്ത ആളോട് പറഞ്ഞിട്ട് എത്ര നാളായി? ഒരാളുടെ കുറ്റം മറ്റാളോട് പറയുക. സ്തോത്രം ഹാലലൂയ. എനിക്ക് എന്തൊരു ഉത്സാഹമാണ്. എന്നെ ബലപ്പെടുത്തി. ഞാൻ സ്തോത്രം ഹാലലൂയ, എനിക്ക് ഈ വിഷയത്തിന്മേലൊരു ജയത്തിൽ ലഭിച്ചതിന് കാരണം ഹാലലൂയ സ്തോത്രം. ഒരിക്കലും ദേവദാസന്റെ പ്രസംഗത്തിൽ ഞാൻ കേട്ടത് എങ്ങനെയാ, ഞാൻ ഒരാളുടെ കുറ്റം കേട്ടിട്ട് അവന്റെ കുറ്റത്തെ ഞാൻ മറയ്ക്കുന്നുവെങ്കിൽ എന്റെ പല കുറ്റങ്ങളും കർത്താവ് മറയ്ക്കും. അയ്യോ, ഒരു വ്യക്തിയുടെ വീഴ്ച നീ പരസ്യമാക്കിയാൽ നിന്റെ വീഴ്ച ദൈവം പരസ്യമാക്കും. പക്ഷെ നീ അവന്റെ വീഴ്ച നീ മറച്ചു വെച്ച് അവന് വേണ്ടി പ്രാർത്ഥിച്ചാൽ, സ്തോത്രം ഹല്ലേലൂയ, സ്തോത്രം, നീ വീണാലും സ്തോത്രം നീ നിലം പരിചയാകയില്ല. സ്തോത്രം, നിന്നെ കാക്കുന്ന ഒരു കർത്താവ്, നിന്നെ എഴുന്നേൽപ്പിക്കുന്ന ഒരു കർത്താവ് ഇന്ന് ജീവിക്കുന്നു. ഹല്ലേലൂയ പകലിൽ. അതുകൊണ്ട് സ്തോത്രം ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, പരദൂഷണം പറഞ്ഞു നിർത്തിയിട്ട് സുവിശേഷം പറയണം. സ്തോത്രം. അതാണ് നമ്മുടെ തിരുവചനത്തിലോ 2 തിമോഥെയോസിന്റെ ലേഖനം. ഞാൻ വേഗത്തിൽ വരട്ടെ. സ്തോത്രം, സമയമില്ലാത്തതോടെ വേഗത്തിൽ പോകുകയാണ്. 2 തിമോഥെയോസിന്റെ ലേഖനം വിളിച്ചു പറയുന്നത്, സ്തോത്രം, 1-ാം അധ്യായത്തിൽ സ്തോത്രം അപ്പോസ്തലനായ പൗലോസ് പറയുന്നതിന്റെ ഒരു കാര്യം എന്തെന്ന് ചോദിച്ചാൽ അവിടെ എങ്ങനെയാണ് താൻ പറയുന്നത്? സ്തോത്രം ഹല്ലേലൂയ. അത് നിമിത്തം ഞാൻ ഇതൊക്കെയും സഹിക്കുന്നു. 1-ാം അധ്യായത്തിന്റെ പശ്ചാത്തലം എന്ന് പറയുമ്പോൾ സ്തോത്രം ആരുടെ കർത്താവായ കർത്താവിന്റെ അപ്പോസ്തലനായ പൗലോസ് വിശ്വാസത്തിൽ നിജപുത്രനായ തിമോഥെയോസിന് എഴുതുന്ന ഒരു ലേഖനമാണ് തിമോഥെയോസിന്റെ ലേഖനം. സ്തോത്രം. അവിടെ തിമോഥെയോസിനോട് കർത്താവിന്റെ ദാസൻ പറയുകയാണ് 7-ാമത്തെ വാക്യത്തിൽ താൻ ഇങ്ങനെയാണ് പറയുന്നത്. സ്തോത്രം ഹല്ലേലൂയ. നമ്മുടെ മേൽ പകർന്നിരിക്കുന്ന ഒരു ആത്മാവുണ്ട്. അറിയാമോ? നമ്മുടെ മേൽ ദൈവം ഒരു ആത്മാവിനെ പകർന്നിട്ടുണ്ട്. സ്തോത്രം. ആത്മാവിനെ കുറിച്ച് ദൈവത്തിന്റെ അപ്പോസ്തലൻ ദാസൻ പറയുകയാണ്, നിന്റെ മേൽ പകർന്നിരിക്കുന്ന ആത്മാവ് ഭീരുത്വത്തിന്റെ ആത്മാവിനെയല്ല, മറിച്ചോ പിന്നെയോ സ്തോത്രം ശക്തിയുടെയും സ്നേഹത്തിന്റെയും സുബോധത്തിന്റെ ആത്മാവിനെ. ആരുടെ ചോദ്യം, എന്തിനാണ് ദൈവം നമുക്ക് സ്നേഹത്തിന്റെ ആത്മാവിനെ തന്നത്? എന്തിനാണ് ദൈവം നമുക്ക് ശക്തിയുടെ ആത്മാവിനെ തന്നത്? എന്തിനാണ് ദൈവം നമുക്ക് സുബോധത്തിന്റെ ആത്മാവിനെ തന്നത്? ഞായറാഴ്ച ദിവസം ഈ ഹോളിനുള്ളിൽ വന്നിട്ട് സ്തോത്രം കൈയടിച്ച് അന്യഭാഷ പറഞ്ഞ് സ്തോത്രം വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങാനാണോ ദൈവം നമുക്ക് ഈ ധൈര്യത്തിന്റെ ആത്മാവിനെ, ശക്തിയുടെ ആത്മാവിനെ തന്നത്? ഹല്ലേലൂയ. സ്തോത്രം ഹല്ലേലൂയ. ദൈവത്തിന്റെ അപ്പോസ്തലനായ കർത്താവിന്റെ ദാസനായ അപ്പോസ്തലൻ പൗലോസ് പറയുന്നു, അതിനൊന്നും വേണ്ടിയിട്ടല്ലെന്നേ ദൈവത്തിന്റെ ആത്മാവിനെ എനിക്ക് തന്നത്. പിന്നെയോ സ്തോത്രം അവിടെ പറയുന്നുണ്ട്, സ്തോത്രം ഹല്ലേലൂയ, നാം മറ്റുള്ളവരോട് ക്രിസ്തുവിനെ കുറിച്ച് പറയേണ്ടതിനത്ര. ഇന്ന് പലർക്കും ക്രിസ്തുവിനെ സാക്ഷീകരിക്കാൻ മടിയാണ്, അല്ലേ? ക്രിസ്തുവിനെ വെളിപ്പെടുത്തുവാൻ മടിയാണ്. സ്കൂളിലായിക്കോട്ടെ, കോളേജുകളിലായിക്കോട്ടെ, ജോലി സ്ഥാപനങ്ങളിലായിക്കോട്ടെ, ഞാനൊരു യേശുവിന്റെ പൈതലാണെന്ന് വെളിപ്പെടുത്തുവാൻ, സ്വന്തം യേശുവിനെ കുറിച്ച് പറയുവാൻ നമുക്ക് വളരെ മടിയാണ്. നാം ശ്രദ്ധിക്കൂ, നാം പലതും പല കൂട്ടുകാരോടും, നമ്മുടെ പല ജോലി സ്ഥലത്തും, നമ്മുടെ സ്കൂളിൽ എല്ലാം പലതും നമ്മൾ പറയും. അയൽക്കൂട്ടങ്ങളിലായിക്കോട്ടെ, കുടുംബയോഗങ്ങളിലായിക്കോട്ടെ, സ്വന്തം കൂട്ടുകാരെ കൂടുന്ന സന്ദർഭങ്ങളിലായിക്കോട്ടെ, ഏതു മേഖലകളിലും നാം നോക്കിക്കോ, നാം പല കാര്യങ്ങൾക്കും 2 കൊല്ലം മുമ്പ് കഴിഞ്ഞ് നടക്കാൻ പോകുന്ന ഇലക്ഷനെ കുറിച്ച് നാം പറയും. മറ്റുള്ളവരുടെ കുറ്റം നമ്മൾ പറയും, സഭയുടെ പോരായ്മകൾ നമ്മൾ പറയും, ദൈവദാസൻ കഴിഞ്ഞ ആഴ്ച പ്രസംഗിച്ചത് ശരിയായില്ലെന്നും നാം പറയും. പല കാര്യങ്ങളും നാം പറയും. എന്നാൽ നാം പറയാൻ വിട്ടുപോകുന്ന ഒരുവനുണ്ട്, അവന്റെ പേരത്തിന് യേശു.
നമ്മുടെ കോളേജുകളിൽ, നമ്മളായിരിക്കും ജോലി സ്ഥാപനത്തിൽ, നാം ആയിരിക്കുന്ന ഇടത്ത്, ദേശത്ത് സ്വോത്രം നാം ക്രിസ്തുവിനെ വെളിപ്പെടുത്തുവാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ നമ്മുടെ മേൽ വ്യാപരിക്കുന്നത് ദൈവത്തിന്റെ ആത്മാവല്ല, നമ്മുടെ മേൽ വ്യാപരിക്കുന്നത് ഭീരുത്വത്തിന്റെ ആത്മാവാണ്. നിങ്ങൾക്ക് ക്രിസ്തുവിനെ വെളിപ്പെടുത്തുവാൻ നാണമാണോ, ലജ്ജയാണോ, ധൈര്യക്കുറവുണ്ടോ, ഒരു ഭയമാണോ? ആരുടെയും നമ്മുടെ മേൽ വ്യാപരിക്കുന്നത് പരിശുദ്ധാത്മാവല്ല, അത് ഭീരുത്വത്തിന്റെ ആത്മാവാണ് മോളെ. എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് നിന്റെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് നിങ്ങൾ സാക്ഷികളാകുമെന്നാ പറയുന്നത്. ആയി തീരുമെന്നല്ല പ്രിയരെ പറയുന്നത്, ആകും. അതിന്റെ അർത്ഥം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒരുത്തന്റെ മേൽ ഉണ്ടെങ്കിൽ, ഒരു വ്യക്തിയുടെ മേൽ ഉണ്ടെങ്കിൽ അതെങ്ങനെ തിരിച്ചറിയാം? അവൻ ക്രിസ്തുവിനെ സാക്ഷീകരിക്കും. അതാണ് അപ്പോസ്തലൻ പൗലോസ് പറയുന്നത്. സ്തോത്രം, അവൻ എന്നെ കുറിച്ച് സാക്ഷ്യം പറയും. ആര്? പരിശുദ്ധാത്മാവ്. ഇന്ന് നമ്മുടെ ഇടയിൽ ഇല്ലാതെ പോയത് ഈ പരിശുദ്ധാത്മാവിനെയാണ്. സ്തോത്രം. സുവിശേഷം പറഞ്ഞില്ലെങ്കിൽ വിഷയം, അല്ലെങ്കിൽ സ്തോത്രം, അവിടെ ഒത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ട്. സ്തോത്രം, ആരുടെ സുവിശേഷം പറയുന്നത് നിമിത്തം എന്ത് സംഭവിക്കുന്നുവെന്നാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. ശ്രദ്ധിക്കാമോ? കാരണം ഒന്ന്, സുവിശേഷത്തിന്റെ പ്രവൃത്തി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്തിനാണ് ഞാൻ സുവിശേഷം പറയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം ഒന്നേ ഉള്ളൂ. സ്തോത്രം, ഹല്ലേലൂയ. കർത്താവ് നമ്മെ വിളിച്ചത് നമ്മുടെ പ്രവൃത്തികൾ കണ്ടല്ല. അതിന്റെ വാക്യത്തിന്റെ 9-ാമത്തെ വാക്യം, അവൻ നമ്മെ രക്ഷിക്കുകയും വിശുദ്ധ വിധി കൊണ്ട് വിളിക്കുകയും ചെയ്തത് നമ്മുടെ പ്രവർത്തികൾ നിമിത്തമല്ല, സകല കാലത്തിനു മുമ്പേ ക്രിസ്തുവേശുവിൽ നമുക്ക് നൽകിയിരിക്കുന്നു. സ്തോത്രം. അതിന്റെ 10-ാമത്തെ വാക്യത്തിന്റെ അവസാനം പറയുന്നു, തന്റെ സ്തോത്രം സ്വന്തം നിർണയത്തിനും കൃപയ്ക്കുമൊത്തവണ്ണം. ഇന്ന് പകലിൽ സ്തോത്രം, കർത്താവ് നമ്മെ വിളിച്ചത് എന്റെ പ്രവൃത്തി കണ്ടിട്ടല്ലെന്നേ. കർത്താവ് നമ്മുടെ പ്രവൃത്തി കണ്ടിട്ടാ വിളിച്ചതെങ്കിൽ സ്തോത്രം, നമ്മളെക്കാൾ ശ്രേഷ്ഠന്മാർ എത്രയോ ചുറ്റുപാടുണ്ടായിരുന്നു, നമ്മളെക്കാൾ നല്ലവർ എത്രയോ പേരെ ചുറ്റുപാടുണ്ടായിരുന്നു. സ്തോത്രം. എന്നാൽ കർത്താവ് നമ്മെ വിളിച്ചത്, സ്തോത്രം, ഹല്ലേലൂയ, ഇന്ന് പകലിൽ ഞാൻ പറയട്ടെ, ഹല്ലേലൂയ, സ്വന്തം ഹല്ലേലൂയ അവന്റെ കൃപയ്ക്കും അവന്റെ സ്വന്തം നിർണയ പ്രകാരമാണ് കർത്താവ് നമ്മെ വിളിച്ചത്. അതായത് പറഞ്ഞാൽ എന്റെ പ്രവൃത്തി കണ്ടതുകൊണ്ടല്ല കർത്താവ് നമ്മെ വിളിച്ചത്. ദോഷിയായിരുന്ന എന്നെ, ഭാവിയായിരുന്ന എന്നെ, ശത്രുവായിരുന്ന എന്നെ വിളിച്ച് കർത്താവെ പുത്രന്റെ രാജ്യത്തിലാക്കി തീർക്കുവാൻ എന്റെ പിതാവിന് മനസ്സ് തോന്നിയെങ്കിൽ, ആ വെളിപ്പാട് നിനക്ക് കിട്ടിയതാണെങ്കിൽ നീ അടങ്ങിയിരിക്കുവാൻ പാടില്ല എന്നാണ് പൗലോസ് പറയുന്നത്. അതുകൊണ്ട് സ്തോത്രം, ഞാൻ മറ്റുള്ളവരോട് ദൈവത്തെ കുറിച്ച് പറയുന്നില്ല എങ്കിൽ ദൈവസന്നിധിയിൽ അത് പാപമാണ്. കവലകളിലൊക്കെ നിന്ന് പ്രസംഗിക്കുന്നതൊക്കെ ഞാൻ പലപ്പോഴും വീഡിയോകളിലും പലപ്പോഴും ഞങ്ങൾക്ക് ഒരുമിച്ച് കർത്താവിനെ ശുശ്രൂഷിപ്പാനൊക്കെ നിങ്ങൾക്ക് ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. സ്തോത്രം, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം എന്ന് പറയുന്നത് പരസ്യയോഗങ്ങളെ. കാരണം അവിടെ സ്തോത്രം പറയാൻ ആരുമില്ല, അവിടെ സ്തുതിക്കുവാൻ ആരുമില്ല. ചിലപ്പോൾ വായുവിനോടായിരിക്കും ഞങ്ങൾ സുവിശേഷം പറയുന്നത്. അതിന് പ്രശ്നമില്ല. കാരണം നിങ്ങൾക്കറിയാം, ഞങ്ങളെ വിളിച്ചു പറയുന്നത് ഒരിക്കലത് വെളിപ്പെടുക തന്നെ ചെയ്യും. ഞാൻ ഇന്ന് ഓർക്കുന്നു, ഞങ്ങൾ മുളന്തുരുത്തിയുടെ ശാമ്പലൂർ സ്ഥലമുണ്ട്. സ്തോത്രം, ഞങ്ങൾ അവിടെ മാസങ്ങളോളം അവിടെ കർത്താവിന്റെ വേല ചെയ്തു. ഞങ്ങൾ വളരെ നിരാശപ്പെട്ടു പോയി. സ്തോത്രം, എല്ലാ ഞായറാഴ്ച, സ്തോത്രം, എല്ലാ ബുധനാഴ്ചകളിലും ഞങ്ങൾക്ക് എല്ലാ ആഴ്ചകളിലും യോഗമുണ്ട്. ഉച്ചകഴിഞ്ഞ് ഞങ്ങൾ ആ സ്ഥലത്ത് പോയി ഞങ്ങൾ പരസ്യയോഗം പറയും. എല്ലാ ബുധനാഴ്ചയും സെയിം സ്പോട്ടിൽ പോയി ദൈവത്തിന്റെ വചനം മാറ്റമില്ലാതെ വിളിച്ചു. അങ്ങനെ മാസങ്ങളോളം ഞങ്ങൾ വിളിച്ചു പറഞ്ഞു. അവസാനം ഒരു റിസൾട്ട് കാണാനായപ്പോൾ ഞങ്ങൾ ആ പരസ്യയോഗം ഞങ്ങൾ നിർത്തി. സ്തോത്രം, ആരുടെ അവിടുത്തെ പ്രവർത്തനം ഞങ്ങൾ നിർത്തി. അങ്ങനെ കുറെ നാളുകൾക്ക് ശേഷം എന്റെ ഒരു കൂട്ടുകാരൻ ഒരു ആശുപത്രിയിൽ നിൽക്കുമ്പോൾ സ്തോത്രം, ഒരു വ്യക്തി ഓടി വന്ന്, സ്തോത്രം, ഹല്ലേലൂയ, എന്റെ സ്നേഹിതനെ ചോദിച്ചു, സഹോദര, എന്നെ നിങ്ങൾ അറിയുമോ? സ്തോത്രം, ആ വ്യക്തി പറഞ്ഞു, എന്റെ വീട്ടിലെ സ്നേഹിതൻ പറഞ്ഞു, അറിയുകയില്ല. സ്തോത്രം, ഹല്ലേലൂയ, ഞാൻ ഹല്ലേലൂയ നിങ്ങളെ അറിയും. എങ്ങനെ അറിയും? സ്തോത്രം,
പണ്ട് നിങ്ങൾ സ്വോത്രം ഹാലലുയ ആമ്പല്ലൂർ എന്ന പ്രദേശത്ത് നിങ്ങൾ സുവിശേഷം പറയാൻ വന്നില്ലായിരുന്നു. വന്നിരുന്നു. സ്വോത്രം ഹാലലുയ. അവിടുത്തെ പ്രവർത്തനത്തെ കുറിച്ച് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഉണ്ട്. സ്വോത്രം ഹാലലുയ. എന്താ കാര്യം? സ്വോത്രം അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ അവിടെ നടത്തിയ സുവിശേഷ പ്രവർത്തന നിമിത്തം ഹാലലുയ വിശ്വാസത്തിലേക്ക് വന്നൊരു കുടുംബമാണ് ഞങ്ങൾ. സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. അന്ന് നിങ്ങൾക്ക് മനസ്സിലായി. സ്തോത്രം. ഹല്ലേലൂയ. ഈ വിളിച്ചു പറയുന്നത് ഒന്നും വെറുതെയല്ല. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. വിതച്ചതാണെങ്കിൽ അത് കൊയ്യുക തന്നെ ചെയ്യും. സ്തോത്രം. ഇന്ന് പകലിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, ഒരു പ്രയോജനമില്ല എന്ന്. സ്തോത്രം. ഇനി അവരോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല എന്ന് നിങ്ങൾ വിധി എഴുതുന്നുണ്ടെങ്കിൽ ആ വിധി അവിടെ നിർത്തി. സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങൾക്ക് അറിയാമോ, എന്റെ പിതാവ്, എന്റെ പിതാവിന്റെ ബ്രദർ, സ്തോത്രം ഹല്ലേലൂയ, അദ്ദേഹം വലിയ സമ്പന്നനാ. സ്തോത്രം ഹല്ലേലൂയ. എന്റെ കഷ്ടങ്ങൾ, ഞങ്ങളുടെ പ്രയാസങ്ങളിൽ ഞങ്ങളെ വളരെയധികം സാമ്പത്തികമായി സഹായിക്കുന്ന ഒരു ഹല്ലേലൂയ ഒരു കുടുംബമായിരുന്നു. സ്തോത്രം ഹല്ലേലൂയ. സ്തോത്രം. അദ്ദേഹത്തിനോട് ഞാൻ ഒരിക്കൽ സുവിശേഷം പറഞ്ഞു. സ്തോത്രം ഹല്ലേലൂയ. സുവിശേഷം പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ മകൻ എന്നെ വിളിച്ചിട്ട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. സ്തോത്രം ഹല്ലേലൂയ, നിനക്ക് ഈ ബന്ധം തുടരണോ വേണ്ടയോ? ഞാൻ പറഞ്ഞു, ഞങ്ങൾക്ക് ബന്ധം തുടരണം. കാരണം ജഗപ്പന്റെ ചേട്ടനല്ലേ. സ്വന്തം ഞങ്ങൾക്ക് ബന്ധം തുടരണം. സുവിശേഷം പറഞ്ഞത് നിമിത്തം ആ ബന്ധം പോലും വിച്ഛേദിക്കുവാൻ അവർ നിൽക്കുമ്പോൾ സ്വന്തം ഞാൻ അവിടെ വെച്ച് സുവിശേഷം പറയാൻ നിർത്തി. എന്നാൽ ദിവസങ്ങളിൽ വിഷയങ്ങൾ വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. കാലങ്ങൾ കഴിഞ്ഞപ്പോൾ അവർ ഇന്ന് ഞങ്ങളുടെ മുമ്പിൽ വന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് ഞങ്ങളോട് അപേക്ഷിക്കും. സ്തോത്രം. അതിലെ പ്രിയരെ, നിങ്ങൾ വിചാരിക്കും ഇതിലൊന്നും ഒരു റിസൾട്ട് ഇല്ല എന്ന്. സ്തോത്രം. ഞാനത് പറഞ്ഞതിന് കാരണം എത്രയേ ഉള്ളൂ. സ്തോത്രം. നമ്മെ ദൈവം വിളിച്ചത് നമ്മുടെ പ്രവൃത്തി കണ്ടിട്ടുള്ളത്. പിന്നെയോ സ്തോത്രം ഹല്ലേലൂയ, അവന്റെ കൃപയാ. സ്തോത്രം. അതാണ് പറഞ്ഞത്, ഞാൻ ആകുന്നത് ദൈവത്തിന്റെ കൃപയാണ്. സ്തോത്രം ഹല്ലേലൂയ. അവന്റെ സ്വന്തം നിർണയപ്രകാരമാണ് എന്നെ ദൈവം വിളിച്ചത്. പ്രിയരെ, അതുകൊണ്ട് നിങ്ങൾ ഇനി മിണ്ടാതിരിക്കരുത്. രണ്ട് സുവിശേഷം പറഞ്ഞില്ലെങ്കിൽ കുഴപ്പമില്ല. ഹല്ലേലൂയ. എന്താ കാരണം? സുവിശേഷം പറഞ്ഞാൽ എന്ത് സംഭവിക്കും? സുവിശേഷം പറഞ്ഞാൽ അതിന്റെ 10ാമത്തെ വാക്യം, സുവിശേഷം പറഞ്ഞാൽ ജീവനും അക്ഷയതയും വെളിപ്പെടുക തന്നെ ചെയ്യും. ഇത് പിശാചിനറിയാം. സുവിശേഷം പറഞ്ഞാൽ എന്ത് സംഭവിക്കും? ജീവൻ ഉണ്ടാകും. അങ്ങനെ ജീവൻ പ്രാപിച്ചവരല്ലേ നാം ഓരോരുത്തരും. ആരുടെ അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന എന്നെ ഹല്ലേലൂയ സ്തോത്രം നമ്മെ അവൻ ഉയർപ്പിക്കുക തന്നെ ചെയ്തു. അവൻ ഉയർപ്പിച്ചുവെങ്കിൽ പ്രിയരേ, നാം ഒരു വ്യക്തിയോട് സുവിശേഷം പറഞ്ഞാൽ ആ വ്യക്തിക്ക് എന്തുണ്ടാകും? ജീവൻ ഉണ്ടാകും. അതെന്ന് പറയുന്നത് ദിവസനെ ഞാൻ പറയാൻ എളുപ്പം, നിങ്ങൾക്ക് അധികം വാക്സാമർത്ഥ്യമൊന്നുമില്ല. സ്തോത്രം. ഞാൻ നിങ്ങളോട് ഒറ്റ കാര്യം പറയാം. സ്തോത്രം ഹല്ലേലൂയ. ക്രിസ്തു നമ്മുടെ ഉള്ളത്തിലുണ്ടെങ്കിൽ എത്ര ഇരുട്ട് നിറഞ്ഞ ദേശത്ത് ഞാൻ കയറി ചെന്നാലും, എത്ര മരണത്തിന്റെ താഴ്വരയിൽ കിടക്കുന്ന ദേശമാണെന്ന് നിങ്ങൾ വിധി എഴുതിയാലും, ലൂക്കോസിന്റെ സുവിശേഷം മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, മരണത്തിന്റെ ദേശം വലിയൊരു വെളിച്ചമുണ്ട്. യേശു ആത്മാവിന്റെ ശക്തിയോടെ ഗലീലയിലേക്ക് മടങ്ങി ചെന്നപ്പോൾ സ്തോത്രം ഇരുളിലിരുന്ന ദേശം വലിയൊരു വെളിച്ചം കണ്ടു. ഇന്ന് പകലിൽ ക്രിസ്തു നമ്മുടെ മേലുണ്ടോ? ക്രിസ്തുവുമായി നമ്മളൊരു ഭവനത്തിലേക്ക് കയറി ചെല്ലൂ. ക്രിസ്തുവുമായി നമ്മൾ ദേശത്തിലേക്ക് കടന്നു ചെല്ലൂ. സ്തോത്രം. എന്റെ സ്വന്തം കഴിവുകൊണ്ട് എനിക്ക് ആരെയും രക്ഷയിലേക്ക് കൊണ്ടുവരാൻ കഴിയുകയില്ല. എന്നാൽ സ്തോത്രം ഹല്ലേലൂയ സ്തോത്രം ദാവീദിന്റെ സന്തതിയായി ജനിച്ചു മരിച്ചു ഉയർത്തെഴുന്നേറ്റ കർത്താവായ യേശു ക്രിസ്തുവിനെ നാം പ്രസംഗിക്കുമെങ്കിൽ സ്തോത്രം ഇരുളിൽ എത്ര ശക്തിയോടെ വാദിച്ചാലും, സ്തോത്രം വെളിച്ചം പ്രകാശിച്ചാൽ ഇരുളിൽ അവിടെ നിൽക്കുവാൻ കഴിയത്തില്ല. ഇന്ന് പകലിൽ സ്തോത്രം അതുകൊണ്ട് ഞാൻ ധൈര്യത്തോടെ വിളിച്ചു പറയാം. സ്തോത്രം മരണത്തിന്റെ തേർവാഴ്ച വാഴുന്ന ദേശമാണെങ്കിൽ പോലും ഹല്ലേലൂയ ക്രിസ്തുവിനെ നാം അവിടെ പ്രസംഗിച്ചാൽ സ്തോത്രം ഹല്ലേലൂയ അവിടെ ജീവൻ ഉണ്ടാകും. മരണത്തിന്റെ വാഴ്ചകൾ നീങ്ങിപ്പോകും. അവിടെ ജീവൻ വെളിപ്പെടും. അവിടെ അക്ഷയത വെളിപ്പെടും. അവിടെ ദൈവത്തിന്റെ പ്രവർത്തനം കാണുക കഴിയും. എന്തുകൊണ്ടാ പല സഭകൾക്കും ജീവനില്ലാത്തതെന്ന് അറിയാമോ? എന്തുകൊണ്ടാ ജീവനില്ലാതെ? എന്തുകൊണ്ടാണ് നമുക്കൊരു ജീവനില്ലാത്തത്? ചിന്തിച്ചോ? ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, a church without a mission is a dead church. മനസ്സിലായോ? പ്രവർത്തിക്കാത്ത സഭ ചത്ത സഭയാണ്. പ്രവർത്തിക്കാത്ത വിശ്വാസിയും ചത്ത വിശ്വാസിയാണ്.
നമുക്ക് എന്തുകൊണ്ട് ഒരു ജീവനില്ലാത്ത? വചനം പറയുന്നു ജീവൻ തരുവാനും സമൃദ്ധിയായ ജീവൻ തരുവാനേ കർത്താവേ. പക്ഷെ ആ ജീവൻ എന്നിലും വ്യാപരിക്കുന്നില്ലല്ലോ, എന്നിൽ വെളിപ്പെടുന്നില്ലല്ലോ. കാരണം എത്രയേ ഉള്ളൂ, നാം എന്താ വിശുദ്ധനായ പൂർണ്ണ വിശുദ്ധി പ്രാപിച്ചിട്ടല്ല നമ്മൾ സുവിശേഷം പറയാൻ നിൽക്കുന്നത്. നമ്മളത് പറയുന്തോറും നമ്മൾ തന്നെ വിശുദ്ധീകരിക്കപ്പെട്ടു. ഞാൻ ഒന്നാമത്തെ എന്താണ് പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് ഗുരുവാക്യത്തിലേക്ക് സ്വന്തം ഗുരുവാക്യത്തിൽ കയറാൻ സമയം അനുവദിക്കും തോന്നുന്നില്ല. സ്വതം പ്രിയരെ, ഇന്ന് പകലിൽ ഞാൻ നിങ്ങൾ പറയാം, സ്വതം ഈ സഭയ്ക്ക് ദൈവിക പ്രവൃത്തി വെളിപ്പെടണമെങ്കിൽ, ചലനം ഉണ്ടാകണമെങ്കിൽ, ഇവിടെ ഓരോ വിശ്വാസിയും ദൈവത്തിന്റെ വചനവുമായി ദേശത്തിലേക്ക് ഇറങ്ങി ചെല്ലുവാൻ ആവശ്യമായിരിക്കും. സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ മേൽ കിടക്കുന്ന ദൗത്യം സ്തോത്രം അത് വലിയതാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് സ്തോത്രം നമുക്ക് മാത്രം കിട്ടിയ സന്തോഷം നമ്മുടെ ഉള്ളിൽ ഒതുക്കി നിൽക്കുവാൻ അല്ല ദൈവം ആഗ്രഹിക്കുന്നത്, പിന്നെയോ മറ്റുള്ളവർക്കും കൂടെ പകർന്നു കൊടുക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുകയാ. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ എന്തുകൊണ്ടാണ് സുവിശേഷം പറഞ്ഞില്ലെങ്കിൽ കുഴപ്പമെന്നറിയാം? എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല. എന്തെങ്കിലും കുഴപ്പമുണ്ടോ? എന്തെങ്കിലും കുഴപ്പമുണ്ടോ സുവിശേഷം പറഞ്ഞില്ല? ഉദാഹരണം പറയുന്നത് പൗലോസ് പറയുന്നൊരു കാര്യമുണ്ട്. സുവിശേഷം അറിയിക്കുന്ന ഞാൻ കടക്കാരനാവുന്നു. കേട്ടോ നിങ്ങളൊക്കെ? കടക്കാരൻ. ഞാൻ ഒരു 10,000 രൂപ കൊടുക്കാനും എൻ്റെ കയ്യിൽ കൊടുക്കാനുമുണ്ട്. ഞാൻ കൊടുത്തില്ലെങ്കിൽ ഞാൻ സ്വർഗത്തിൽ പോകും. നിങ്ങൾ പറ, നീതിയുള്ള ന്യായാധിപരുടെ മുമ്പിൽ നിൽക്കുമ്പോൾ കൊടുക്കാൻ എൻ്റെ കയ്യിലുണ്ട്, കൊടുക്കാനില്ലെങ്കിൽ പോട്ടെ കർത്താവാണ്. കർത്താവേ, എൻ്റെ കഴിവിൻ്റെ ഞാൻ പരമാവധി ഞാൻ ശ്രമിച്ചു, എൻ്റെ കയ്യിൽ കിട്ടിയില്ല. എൻ്റെ കയ്യിൽ ആ പൈസ ഇരിക്കും, ഞാനത് കൊടുത്തില്ല. നിത്യതയിൽ കാണുമെന്ന് ധൈര്യത്തോടെ പറയാൻ കഴിയുമോ? കഴിയുമോ? കടം വീട്ടാതെ പോകാൻ പറ്റുമോ? ഈ ലോകം മൊത്തം സുവിശേഷം അറിയിക്കേണ്ട ആവശ്യമാണ്. അതൊന്നും കർത്താവ് നമ്മെ ഏൽപ്പിച്ച ഇടങ്ങൾ, നമ്മളെ നിർത്തിയ ദേശത്ത്, ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ പാർക്കുന്ന ദേശത്ത് എല്ലാ വീടുകളും നിങ്ങൾക്ക് സുവിശേഷം പറഞ്ഞിട്ടുണ്ട്, ട്രാക്ട് കൊടുത്തിട്ടുണ്ട്. ഞാനൊരു മിഷൻ ചാനലല്ല, കടം കിടക്കുകയാണ്. എൻ്റെ അയൽവക്കത്തുള്ള ഒരു വ്യക്തി, അതാണ് യെഹെസ്കേലിന്റെ പുസ്തകത്തിൽ 3-ാം അധ്യായത്തിൽ കർത്താവ് വിളിച്ചു പറയുന്നത്. 3-ന്റെ-17 വാക്യം നിങ്ങൾ വായിക്കുമ്പോൾ ഞാൻ തന്നെ വായിച്ചു പോകും. മനുഷ്യപുത്ര, ഞാൻ നിന്നെ ഇസ്രായേൽ ഗൃഹത്തിന് കാവൽക്കാരനാക്കിയിരിക്കുന്നു. നീ എൻ്റെ വായിൽ നിന്ന് വചനം കേട്ട് എൻ്റെ നാമത്തിൽ അവരെ പ്രബോധിപ്പിക്കും. ഞാൻ ദുഷ്ടനോട് നീ മരിക്കുമെന്ന് കൽപ്പിക്കുമ്പോൾ നീ അവനെ ഓർപ്പിക്കുകയും ദുഷ്ടനെ ജീവനോട് രക്ഷിക്കേണ്ടതിന് അവൻ തന്റെ ദുർമാർഗം വിടുവാൻ അവനെ ഓർപ്പിച്ചുകൊണ്ട് ഒന്നും പറയുകയോ ചെയ്യാനാ. നിങ്ങളെ വാക്യം ഒന്നും പറയുകയോ ചെയ്യാനാ. മക്കളെ, നിങ്ങളെ വചനം കണ്ടില്ല? നിങ്ങൾ സ്തോത്രം. വചനം പുസ്തകം പോലെ പോലും നിങ്ങൾ എടുത്തിട്ടില്ലല്ലോ. സ്തോത്രം. ദുഷ്ടൻ തന്റെ അകൃത്യത്തിൽ മരിക്കും, എന്നിട്ട് അവന്റെ രക്തമോ ഞാൻ നിന്നോട്. എന്റെ വീടിന്റെ അടുത്തൊരാൾ മരിച്ചു പോയിട്ട് ഞാൻ സുവിശേഷം പറയാതിരുന്നാൽ വേറെ ഒരാളോട് ചോദിക്കുന്നില്ല, എന്നോട് ചോദിക്കും. ഞാൻ സിസ്റ്റം പഠിച്ചപ്പോൾ ആദ്യം ഞാൻ ചെയ്തത് ഉദ്ഘാടനം ചെയ്ത് എൻ്റെ വീടിന്റെ മുകളിൽ ഞാൻ കൊണ്ടുപോയി. ആ വീടിന്റെ മുകളിൽ വെച്ചാണ് ആദ്യം ഞാൻ സുവിശേഷം പറയും. എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു എല്ലാ വീട്ടിലും ട്രാക്ട് കൊടുക്കണം. ഞങ്ങളുടെ വീട്ടിൽ സുവിശേഷ പ്രവർത്തനം, ഞങ്ങൾ സഭയിൽ സുവിശേഷ പ്രവർത്തനം. ഞാൻ പറഞ്ഞു, എൻ്റെ ഒരു ആഗ്രഹമാണ് ഇന്ന ദിവസം ഇവിടെ വന്ന് പ്രവർത്തിക്കണം. അവിടെ വന്നിട്ട് എല്ലാ വീടുകളിലും കയറി നിങ്ങൾ ട്രാക്ട് കൊടുത്തു. സ്തോത്രം. എന്നെ ചെയ്തിട്ടുണ്ടോ? അല്ലെങ്കിൽ നമുക്ക് സാക്ഷിയുടെ ഉദ്ദേശം അല്ലേ? നമ്മൾ പറയാൻ പോയാൽ നമ്മൾ ആദ്യം പറയുന്നത്
അല്ലേ? നിങ്ങൾക്ക് എല്ലാം മുഖത്തൊരു ദേഷ്യമുണ്ട്. എന്താണ്? കടം വീട്ടിയില്ലെങ്കിൽ സ്വർഗത്തിൽ പോകത്തില്ല. പാട്ട് അമ്മച്ച് പാട്ട് പാടിയാലൊന്നും സ്വർഗത്തിൽ പോകത്തില്ല. ക്രിസ്തുവിനെ വെളിപ്പെടുത്താതെ, തന്റെ ഏകജാതനായ പുത്രനെ വെളിപ്പെടുത്താതെ മറച്ചു വെച്ച നിത്യതയിൽ നാം എങ്ങനെ കാണുമെന്നാണ് നാം ചിന്തിക്കുന്നേ. ഇന്ന് പകരം നമ്മുടെ മേൽ കിടക്കുന്ന ദൗത്യം വലുതാണ്. ദുഷ്ടൻ തന്റെ അകൃത്യത്തിൽ മരിച്ചുപോയാൽ അവന്റെ രക്തത്തിന്റെ വില എന്നോട് ചോദിക്കും, നമ്മോട് ഓരോരുത്തരോടും ചോദിക്കും. അങ്ങനെയെങ്കിൽ സ്വന്തം കുടുംബത്തിൽ യേശുവിനെ അറിയാതെ സ്വന്തം മരിച്ചു പോകുന്ന എത്രയോ പേരുണ്ട്. സ്വന്തം അവരോടൊരു വാക്ക്, കർത്താവ് നിന്നെ സ്നേഹിക്കുന്നുവെന്നൊരു വാക്ക് പറയുവാൻ ധാരണയും നമ്മൾ സമയം കണ്ടെത്തിയില്ലെങ്കിൽ, ഹലോ, നമ്മൾ നിത്യതയിൽ പോകുന്നല്ലോ. നമ്മൾ എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കും. ഇന്ന് നമുക്ക് ലോകത്തിന്റെ മാന്യത, ദൈവിക മാന്യത നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് നാം നമ്മെ തന്നെ പരിശോധിക്കും. നമ്മുടെ ജീവിത സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ലക്ഷ്യം, അല്ലേ? നമുക്ക് നല്ലൊരു വീട് വെക്കണം, നമുക്ക് നല്ലൊരു വാഹനം മേടിക്കണം, നമ്മുടെ കുഞ്ഞുങ്ങൾ നല്ല നിലയിൽ, പിന്നെ നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം കാനഡയ്ക്ക് പോകണമെന്നാണ് നമ്മുടെ ആഗ്രഹം. അതാണ് എൻ്റെ ആഗ്രഹം. അവർക്ക് നല്ലൊരു ഭാവി ഉണ്ടാകും. സ്തോത്രം. ഇതൊക്കെയാണോ കർത്താവിന്റെ ആഗ്രഹം? ആണോ? അല്ലേ? ചോദിക്കാൻ പൗലോസോട് ചോദിക്കൂ. 14 ലേഖനങ്ങൾ എഴുതിയ പൗലോസിന് എന്തുണ്ടായിരുന്നു? എത്ര രാജ്യങ്ങൾ പൗലോസ് സഞ്ചരിച്ചു? എത്ര ബാങ്ക് ബാലൻസ് ഉണ്ടായിരുന്നു പൗലോസ്? പൗലോസിന് എന്തുണ്ടായിരുന്നു സഹോദരന്മാരെ? കുറച്ച് പുസ്തകങ്ങളും ഒരു പുതപ്പും. നമ്മളോ? നമ്മുടെ ജീവിത സൗകര്യങ്ങൾ നമ്മൾ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുക. ഒരിക്കൽ ഞാൻ ICPയിൽ വർക്ക് ചെയ്യുമ്പോൾ ഒരു കൊച്ച് വിഷഞ്ചരത്തിന്റെ ഇതൊക്കെ കേട്ടിട്ട് ആ കൊച്ചു വീട്ടിൽ, അമ്മ എനിക്ക് ബൈബിൾ കോളേജിൽ പഠിക്കും, സുവിശേഷം. ആ സമയത്തെയുള്ള ആയിരത്തിൽ പറഞ്ഞു. അമ്മ പറഞ്ഞു നടക്കില്ല. നിങ്ങൾക്കറിയാം, വിശ്വാസിയുടെ വീട്ടിലാണ്, ബിക്കോസുകാരുടെ വീട്ടിലാണ്. ആ അമ്മ പറയുക, നീ അങ്ങനെ ഒരു തീരുമാനം എടുത്ത് അങ്ങനെ പോയാൽ ഞാൻ ആത്മഹത്യ ചെയ്യും. കാരണം അമ്മയ്ക്ക് മോളെ എഞ്ചിനീയർ ആക്കണം. അത് കഴിഞ്ഞിട്ട് സുവിശേഷകര. എന്നിട്ട് നമ്മൾ പറയും, ഞാൻ സുവിശേഷകരൊക്കെ ഇറങ്ങുമ്പോൾ നിങ്ങൾ എന്നോട് പറയുന്ന കാര്യം, ഏറ്റവും നല്ല നില സുവിശേഷകരെയാ തെരഞ്ഞെടുക്കുന്നത്. നമ്മുടെ നിരുത്സാഹപ്പെടുത്തിയാൽ നിങ്ങൾ അറിയാം നമ്മൾ ആരാണ്. We are the ambassadors of Christ. പൗലോസൊക്കെ വളരെ അഭിമാനത്തോടെ പറഞ്ഞു, ഞങ്ങൾ ക്രിസ്തുവിന്റെ ദാസന്മാർ. സ്തോത്രം. അവർ നിമിത്തം ഞങ്ങൾ ലോകത്തിന് ചവർ. സ്തോത്രം. അവർ നിമിത്തം ഞങ്ങൾ ലോകത്തിന് സ്തോത്രം നിന്ന അവർ നിമിത്തം ഞാൻ ഇതൊക്കെയും സഹിക്കുന്നു. അപ്പോസ്തലൻ പൗലോസ് എടുത്തു പറയുക, ഈ ക്രിസ്തു നിമിത്തം ഞങ്ങൾ ഇതൊക്കെയും സഹിക്കുന്നു. ഞാനോ നമ്മളോ? സ്തോത്രം. എന്ത് ഞാൻ സഹിച്ചു ക്രിസ്തുവിനെ വേണ്ടി. ആരും രക്ഷിക്കപ്പെട്ടിട്ട് 10 വർഷമായി.
15 വർഷമായി 20 വർഷമായി നമ്മൾ ക്രിസ്തുവിന് വേണ്ടി എന്തു സഹിച്ചു എന്ന് ചോദിച്ചാൽ സ്തോത്രം പ്രിയരേ, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. ഒരാൾ വലിയ സുവിശേഷം പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. ഒരിക്കലും ഒരു സുവിശേഷക രാത്രിയിൽ ഒരു ദർശനം കണ്ടു, ഒരു സ്വപ്നം കണ്ടു. ലോകം അറിയപ്പെടുന്ന ഒരു ഹല്ലേലൂയ സ്തോത്രം സുവിശേഷക, അത് രാത്രി ഇങ്ങനെയാണ് ആ സഹോദരി സ്വപ്നം കണ്ടത്. ഹല്ലേലൂയ, ദൂതൻ അവളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി. ദൂതൻ അവളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോയപ്പോൾ മക്കളെ ശ്രദ്ധിക്കണേ, ആ ദൂതൻ സ്വർഗത്തിലേക്ക് കൊണ്ടുപോയപ്പോൾ ഇങ്ങനെയാണ് സ്വപ്നം കണ്ടത്. വലിയ വലിയ വീടുകൾ ഹല്ലേലൂയ കാണിച്ചു. സ്തോത്രം, ഹല്ലേലൂയ. ഒരു വീടിന്റെ അടുത്ത് ചെന്നപ്പോൾ സ്തോത്രം, ഹല്ലേലൂയ, ദൂതനോട് ഈ സഹോദരി ചോദിച്ചു, ഇതാരുടെ വീടാ? നല്ല മനോഹരമായ വീട്. ദൂതൻ പറഞ്ഞു, ഇത് പത്രോസിന്റെ വീടാണ്. സ്തോത്രം, നല്ല കാര്യം. സ്തോത്രം, മുൻപോട്ട് പോയി പൗലോസിനോട്, യാക്കോബിനോട്, അങ്ങനെ ഒത്തിരി വീടുകൾ കണ്ടു. ഇങ്ങനെ നടന്ന് അമ്മച്ചി സ്തോത്രം, ഹല്ലേലൂയ, ഈ സഹോദരി വലിയൊരു നല്ലൊരു വീട് കണ്ടു. സ്തോത്രം, ഈ വീട് ആരുടെയാ? ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. ദൂതൻ പറഞ്ഞു, ഈ വീട് നിന്റെ വീട്ടിൽ ജോലി ചെയ്യുന്ന ജോലിക്കാരുടെയാണ്. സ്തോത്രം, സന്തോഷം കൊണ്ട് ആ സഹോദരിക്ക് വലിയ സന്തോഷമുണ്ടായി ഹൃദയത്തിൽ. കാരണം തന്റെ വീട്ടിൽ ജോലി ചെയ്യുന്ന വേലക്കാരിയുടെ വീട് ഇത്രയും നല്ലതാണെങ്കിൽ തന്റെ വീട് എത്ര മനോഹരമായിരിക്കും. സ്തോത്രം, അതിൽ വീണ്ടും യാത്ര ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ സ്തോത്രം, ഒരു കൊച്ചു വീട് കണ്ടു. സ്തോത്രം, ഒരു മനോഹരമല്ല, നല്ല ഭംഗിയൊന്നുമില്ലാത്ത, സൗന്ദര്യമൊന്നുമില്ലാത്ത ഒരു കുഞ്ഞു വീട്. സ്തോത്രം, അതേ ചോദിച്ചു, ആരുടെയാണ് ഇത്രയും ചെറിയ വീട്, കുഞ്ഞു വീട്? ഒരു സൗന്ദര്യം ആ ഭവനത്തിനില്ലല്ലോ എന്ന് ചോദിച്ചപ്പോൾ ദൂതൻ പറഞ്ഞു, ഈ വീട് നിന്റെ വീടാന്ന് പറഞ്ഞു. സ്തോത്രം, ഹല്ലേലൂയ. ഇങ്ങനെയാണ് ആ പുസ്തകത്തിൽ ആ സഹോദരി എഴുതി വെച്ചത്. സ്തോത്രം, തന്റെ സ്വപ്നത്തിൽ നിന്ന് ആ സഹോദരി ചാടി എഴുന്നേറ്റു. സ്തോത്രം, തന്റെ ഉറക്കം നഷ്ടപ്പെട്ടു പോയി. ഹല്ലേലൂയ, ഞാൻ കർത്താവിന് വേണ്ടി ഇത്രയൊക്കെ അധ്വാനിച്ചിട്ടും, കർത്താവിന് വേണ്ടി ഇത്രയൊക്കെ ഓടിയിട്ടും എന്റെ വീട് എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെറുതായി പോയത്? സ്തോത്രം, അതേ ആ സഹോദരി എഴുന്നേറ്റു. ഹല്ലേലൂയ, തന്റെ സെർവന്റ് റൂമിൽ കിടക്കുന്ന ആ സെർവന്റിന്റെ അടുത്തേക്ക് ആ സഹോദരി ഓടി. സ്തോത്രം, ഓടിച്ചിട്ട് അവിടെ ഉറക്കത്തിൽ തട്ടി എഴുന്നേൽപ്പിച്ചു ചോദിച്ചു, നീ എന്താണ് കർത്താവിന് വേണ്ടി ചെയ്യുന്നത്? ഞാൻ ഇങ്ങനെ ഒരു സ്വപ്നം കണ്ടു, പറയൂ, എന്താണ് നീ ചെയ്യുന്നത്? സ്തോത്രം, അവൾ പറഞ്ഞു, ഞാൻ വലിയ കാര്യങ്ങളൊന്നും ചെയ്യാറില്ല, ഒന്നും ഞാൻ ചെയ്യും. സ്തോത്രം, ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കും. എന്താ പ്രാർത്ഥിക്കുന്നത്? ഒന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കും. പാത്രം കഴുകുമ്പോൾ സ്തോത്രം, പാത്രത്തിൽ സോപ്പിട്ട് ആ അഴുക്ക് ഇങ്ങനെ കഴുകി കളയുമ്പോൾ ഇങ്ങനെ ഞാൻ പ്രാർത്ഥിക്കും, കർത്താവേ സ്തോത്രം, ഈ പാത്രത്തിലെ അഴുക്ക് ഇളകി പോകുന്നത് പോലെ, കഴുകി കളയുന്നത് പോലെ സ്തോത്രം, എന്റെ ഹൃദയത്തിലെ അഴുക്കുകളും നീ കഴുകി കളയണമേ. സ്തോത്രം, വിശുദ്ധിക്ക് വേണ്ടി അവൾ ആഗ്രഹിച്ചിരുന്നു. സ്തോത്രം, 2 അവൾ പ്രാർത്ഥിച്ചത് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി അവൾ പ്രാർത്ഥിച്ചു. ആ സഹോദരിക്ക് മനസ്സിലായി, തന്റെ സുവിശേഷ വേലയുടെ വിജയം തന്റെ കഴിവിലല്ല, ഇവളുടെ പ്രാർത്ഥനയുടെ ബലമാണ്. നിന്നോട് പറയട്ടെ, സഭയോട് പറയട്ടെ, ഹല്ലേലൂയ, കർത്താവിന് വേണ്ടി അധികമൊന്നും ചെയ്യുവാൻ കഴിയുന്നില്ലെങ്കിലും ദേശത്തിന് വേണ്ടി, ആത്മാക്കൾക്ക് വേണ്ടി ഇടമെന്ന് കരയുവാൻ നിനക്ക് കണ്ണുനീരുണ്ടോ? നിന്റെ പേര് സ്വർഗത്തിൽ വലുതായിരിക്കുമെന്ന് ദൈവത്തിന്റെ വചനം നമ്മോട് പറയുകയാ. ഹല്ലേലൂയ. ചിലർ നിത്യ ലജ്ജയ്ക്ക് വേണ്ടി എഴുന്നേറ്റ് വരുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം, ചിലർ സന്തോഷത്തെ പ്രാപിപ്പാൻ എഴുന്നേൽക്കും. ഞാൻ ചോദിക്കട്ടെ, ഞാൻ നിത്യ ലജ്ജയ്ക്ക് വേണ്ടിയാണോ എഴുന്നേൽക്കുന്നത്, അതോ നിത്യ സന്തോഷത്തിന് വേണ്ടിയാണോ എഴുന്നേൽക്കുന്നത്? പൗലോസ് പറയുക, അത് നിമിത്തം ഇതൊക്കെയും ഞാൻ സഹിക്കുന്നു. ഞാൻ 5 മിനിറ്റിൽ ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. ചോദ്യം, നമുക്ക് നമ്മുടെ ദൈവത്തെ അറിയാം. അവനാരാ? അവനെ വാക്കുകൾ കൊണ്ട് വർണ്ണിക്കാൻ സാധ്യമല്ല. അവൻ അഖിലാണ്ടത്തെ മുഴുവൻ ഒറ്റ വാക്കുകൊണ്ട് സൃഷ്ടിച്ചവനാണ്. നമ്മുടെ ദൈവം കണ്ണുണ്ടായിട്ടും കാണുവാൻ കഴിയാത്ത, ചെവിയുണ്ടായിട്ടും കേൾക്കുവാൻ കഴിയാത്ത, കൈകാലുകൾ ഉണ്ടായിട്ട് നടക്കുവാനും പ്രവർത്തിക്കുവാൻ കഴിയാത്ത
ഊമ വിഗ്രഹങ്ങളല്ല നമ്മുടെ ദൈവം. സ്തോത്രം, ഹല്ലേലൂയ. ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഈ സകലത്തെ തന്നെ ഒറ്റ വാക്കുകൊണ്ട് ഉളവാക്കിയതിന്റെ ശക്തി എന്തെന്ന് നമുക്ക് പറയുവാൻ കഴിയുമോ? നമുക്ക് വർണ്ണിക്കുവാൻ കഴിയുമോ? അവനെ കുറിച്ച് പറയുന്നത് ഹല്ലേലൂയ, അവനെ നമ്മുടെ വാക്കുകൾ കൊണ്ട് വെളിപ്പെടുത്തുവാൻ കഴിയത്തില്ല. സ്തോത്രം, നമ്മുടെ ബുദ്ധിക്ക് ഒതുങ്ങുന്നതല്ല അവൻ. ചോദ്യം, അവനെ നമുക്കറിയാമോ? ഞാൻ അവൻ എന്ത് ചെയ്യുന്നു? ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നുവെന്ന് അറിയുന്നു. ഒരു ദേവദാസന്റെ ഒരു സദ്ഗമയിൽ വന്ന ഒരു ദേവദാസന്റെ ഒരു ഉദാഹരണം ഞാൻ കടമെടുക്കുകയാണ്. എനിക്ക് വളരെ ഇഷ്ടം തോന്നിയത്, നമ്മളിരിക്കുന്ന അദ്ദേഹത്തിന്റെ എക്സാമ്പിൾ എങ്ങനെയാണ്? നമ്മളിരിക്കുന്ന ഈ ചെയറിനെ നമുക്ക് വിശ്വാസം ഉണ്ട്. ഈ കസേര നമുക്ക് വിശ്വാസം ഉണ്ടല്ലോ, അതുകൊണ്ടല്ലേ നാം കയറി ഇരിക്കുന്നത്. വിശ്വാസം ഉണ്ടെങ്കിൽ എന്തുണ്ടാവും? ഇവിടെ ആശ്രയം ഉണ്ടാവും. സ്തോത്രം, സ്തോത്രം. വിശ്വാസം ഉണ്ടെങ്കിൽ ആശ്രയം ഉണ്ടാവും. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: നമ്മൾ ഇരിക്കുന്ന ഈ കസേരയിലുള്ള വിശ്വാസം പോലും നാം ആരാധിക്കുന്ന ദൈവത്തിൽ നമുക്കുണ്ടോ? സത്യം. ഒന്നും കൂടെ പറഞ്ഞാൽ, ഒരു പനി വന്നാൽ സൗഖ്യമാക്കുന്ന കർത്താവിലാണോ അതോ ഡോളോ 650 അതിന്റെ വിശ്വാസം? മരുന്ന് കഴിക്കുന്നില്ല, ഞാൻ മരുന്ന് കഴിക്കുന്ന ഞാൻ ചോദ്യം ചോദിക്കുക, നമ്മുടെ വിശ്വാസത്തിന്റെ അളവൊന്ന് നാം ഒന്ന് പരിശോധിക്കും. നമ്മൾ പല വാക്കുകൾ കൊണ്ട് പല കസരത്തും നമ്മൾ നടത്തും. എന്നാൽ ഈ ദൈവത്തെ അറിയേണ്ടതുപോലെ നമുക്ക് അറിയുവാൻ കഴിഞ്ഞിട്ടുള്ളൂ. മോശയ്ക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, എനിക്ക് ദൈവത്തെ ഒന്ന് കാണണോ അല്ലേ? ഞാൻ ചോദിക്കണം, നമ്മൾ അങ്ങനെ പ്രാർത്ഥിച്ചു? സത്യം, എൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കണേ, നമ്മുടെ ജീവിതത്തിന്റെ നിലവാരം മാറണേ, കർത്താവേ നിന്റെ ശബ്ദം കേൾക്കണമെന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. Praise the Lord. Praise the Lord. Hallelujah. അവനെ കുറിച്ച് പറയുന്നതിന് അത്ഭുതം കണ്ടിരുന്നു. വീരനാം ദൈവവും നിത്യ പിതാവും അവൻ സമാധാനപൂർവ്വമാണ്. ആരെങ്കിലും ഒന്നുകൂടെ പറഞ്ഞാൽ, അവൻ വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ചു. ക്രൂശിലവയുടെ ജയോത്സവം ഉണ്ടായി, പരസ്യമായവ കാഴ്ചയാക്കി. സ്വതന്ത്രം, ഹല്ലേലൂയ. അവൻ ആരാ? സ്വതന്ത്രം, അവൻ ചെങ്കടലിനെ രണ്ടാക്കിയവനാ. സ്വതന്ത്രം, ഹല്ലേലൂയ. അവനാരാ? സ്വതന്ത്രം. യോശുവയുടെ വാക്ക്, സ്വതന്ത്രം, യോശുവ പ്രകൃതിയോട് കൽപ്പിച്ചപ്പോൾ യോശുവയുടെ വാക്ക് പോലെ പ്രകൃതിയെ നിർത്തിയവനായ എന്റെ ദൈവം. സ്വതന്ത്രം, അതുകൊണ്ടൊന്നും ദൈവത്തിന്റെ ശക്തിയെ നമുക്ക് വെളിപ്പെടുത്തുവാൻ കഴിയുകയില്ല. പ്രിയരെ, ഒന്ന് ഞാൻ ചോദിക്കട്ടെ, ഇന്ന് പകലിൽ നാം ഇവിടുന്ന് എഴുന്നേറ്റ് പോകുമ്പോൾ, നാം ഇവിടുന്ന് ഭവനത്തിലേക്ക് പോകുമ്പോൾ, നമ്മുടെ ക്രിസ്തുവിനെ അറിയാതെ നാം പോകുന്നുവെങ്കിൽ നമ്മുടെ ആത്മീയത പരാജയമായിരിക്കും. ഇന്ന് പകലിൽ ഞാൻ ഒന്നും കൂടെ പറയാം, അറിയേണ്ടവനെ അറിഞ്ഞിട്ടേ നമ്മൾ ഇവിടുന്ന് പോകാൻ പാടുള്ളൂ. ഹല്ലേലൂയ. ആ യഹോവ നല്ലവനെന്ന് രുചിച്ചറിയണം. നമ്മുടെ കഷ്ടങ്ങൾ വരുന്നത്, നമ്മുടെ ജീവിതത്തിൽ ചില പ്രയാസങ്ങൾ വരുന്നത്, നമ്മുടെ വേദനകൾ വരുന്നത് എന്തിനെന്നറിയാമോ? അവൻ ആരെന്ന് നമ്മെ വെളിപ്പെടുത്തുവാനാ, അല്ലാതെ നമ്മെ തകർത്ത് കളയുവാനല്ല, നമ്മെ നശിപ്പിച്ച് കളയുവാനല്ല. അവൻ ആരെന്ന് നമ്മുടെ ജീവിതം അറിയണമെങ്കിൽ നാം ചില വഴികളിൽ കൂടി നടന്നു പോയാൽ മാത്രമേ അറിയത്തുള്ളൂ. ഞാനിത് പറയുന്നത് എന്റെ അനുഭവം ഭയങ്കരമാണ്. സ്വോത്രം, അതൊന്നും പറയുവാനുള്ള സമയമില്ല. സ്വോത്രം, ഞാൻ യേശുവിനെ രുചിച്ചറിഞ്ഞത് ജീവനുള്ള ദൈവ
ദൈവത്തെ സ്വോത്രം അനുഭവിച്ചറിഞ്ഞവൻ ഞാൻ. സ്വോത്രം ഹാലലൂയ. റെക്കോർഡ് ചെയ്തിട്ടുണ്ടല്ലോ. സ്വോത്രം ഹാലലൂയ. എന്നെ അറിയുന്നവർ ചോദിച്ചാൽ മതി. സ്വോത്രം ഹാലലൂയ. കഷ്ടത എന്ന കഠിന ശോധനയിലൂടെ നടന്നു പോയൊരു മനുഷ്യനാണ് ഞാൻ. സ്വോത്രം ഹാലലൂയ. ഹാലലൂയ. സ്വോത്രം ജീവിതം അവസാനിച്ചുവെന്ന് നാട്ടുകാർ എന്നെ നോക്കി വിധി എഴുതിയതാ. സ്വോത്രം ഹല്ലേലൂയ. എന്റെ ദൈവം ജീവിക്കുന്നത് നിമിത്തം ഹാലലൂയ ഇന്ന് പകലിൽ നിങ്ങളുടെ മുമ്പിൽ വൈക്കുമായി പിടിച്ചു നിൽക്കുവാൻ ദൈവം എനിക്ക് കൃപ തന്നതാ. സ്വോത്രം ഹല്ലേലൂയ. വെറുതെ പ്രസംഗിക്കുന്നതല്ല, അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് നാം നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. സ്വോത്രം അനുഭവങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത് നമ്മുടെ ദൈവം ആരെന്ന് നമ്മോട് പറയുന്നതാ. സ്തോത്രം. ഒത്തിരി കാര്യങ്ങൾ പറയാം. സ്വോത്രം ഹാലലൂയ. കർത്തൃമേശുണ്ടല്ലോ. സ്വോത്രം ഒന്ന് പകല് ഞാൻ ഒത്തിരി കാര്യം പറയും. സ്വോത്രം കാരണം ഇത് ഒത്തിരി പ്രശ്നിക്കാനുള്ള ഒരു വിഷയമാണ്. സ്വോത്രം ഹാലലൂയ. ഞാൻ അതിലേക്കൊന്നും കയറുന്നില്ല. സ്വോത്രം പ്രൈസലോ തുടങ്ങിയാൽ നിർത്താൻ കഴിയുന്നത്. സ്വോത്രം ഞാനൊന്ന് പറയാം. സ്വോത്രം ഇന്ന് പകലിൽ ഈ സഭയോട് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത്, നാം ഇങ്ങനെയാണ് നാം ദൈവസന്നിധിയിലായിരിക്കുന്നതെങ്കിൽ നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയും. സ്തോത്രം. നമ്മളൊരു മതത്തിന്റെ കെട്ടിൽ ഇങ്ങനെ കിടക്കുകയാണ്. എന്നാൽ പൗലോസിന്റെ ഒരു പ്രാർത്ഥനയുണ്ട്. എന്താണെന്ന് അറിയാമോ? ഇല്ലേ? എഫെസ്യർ ലേഖനം 1-ാം അധ്യായത്തിൽ ഇല്ലേ 17-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് പൗലോസ് പറയുന്നത്. അതിലെ വെളിപ്പാടിന്റെ എല്ലാ സ്വതന്ത്രം അതിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവമോഹത്തും പിതാവായവൻ നിങ്ങൾക്ക് തന്നെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവിനെ തരേണ്ടതിനും നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ട് അവന്റെ വെളിയാറുകളാൽ പ്രസംഗമായ ഒത്തിരി കാര്യങ്ങൾ പ്രസംഗിക്കുവാൻ ഹൃദയദൃഷ്ടി പ്രകാശിക്കണം. ജ്ഞാനത്തിന്റെ വെളിപ്പാടിന്റെ ആത്മാവിനെ പ്രാപിക്കണം. ഒന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിവിടെ നിർത്തുകയാ. സ്തോത്രം. അറിയേണ്ട ദൈവത്തെ നാം ഒന്ന് അറിയണം. അറിഞ്ഞാൽ എങ്ങനെ ഇരിക്കൂ? അറിഞ്ഞാൽ നാം എങ്ങനെ ഇരിക്കൂ? സാറാഫുകളോട് ചോദിക്കും. സാറാഫുകൾ പറയും നിങ്ങൾക്ക് അവനെ അറിയാം. നോക്കി നിങ്ങളുടെ മുഖത്തേക്ക് നോക്കി. സാറാഫുകൾ എങ്ങനെ ആരാധിക്കണമെന്ന് അറിയാമോ? എങ്ങനെ ആരാധിക്കണമെന്ന്? എന്തുകൊണ്ടാ മുഖം കൂടുന്നത്? എന്തുകൊണ്ടാ മുഖം കൂടുന്നത്? എന്താ കാരണം? അവന്റെ മുഖത്തേക്ക് നോക്കുവാൻ അവർക്ക് കഴിയത്തില്ല. അവിടെയാണ് പാപിയായിരുന്ന എനിക്ക് അവന്റെ മുഖത്ത് നോക്കി ആരാധിപ്പാനുള്ള യോഗ്യത കർത്താവ്. വല്ലതും അറിയാം. അവൻ ആരാ? അവൻ സർവശക്തനായ ദൈവമാണ്. സ്തോത്രം. ഒന്നുകൂടെ ഞാൻ പറയാം. ഒന്നുകൂടെ ഞാൻ ചോദിക്കട്ടെ. സ്തോത്രം. ഞാൻ സമയത്തുള്ള എനിക്കധികം ഈ വിഷയത്തോട് എനിക്ക് കൂട് കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഒന്നൊരു കാര്യമാണ് ഞാൻ പറയട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. സ്വർഗത്തിൽ എന്താ നടക്കുന്നത് നമുക്കറിയാം. എന്താ നടക്കുന്നത്? സ്വർഗത്തിൽ എന്താ നടക്കണേ? സ്വർഗത്തിൽ എന്താ നടക്കണേ? പ്രാർത്ഥനയാണോ? ഉപവാസമാണോ? ആരാധനയാണ്. സ്വർഗത്തിൽ ആരാധനയാണ്. സ്വർഗത്തിൽ ആരാധന നടക്കണം നമ്മൾ തന്നെ പറഞ്ഞു. അങ്ങനെയെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഇവിടെ നമുക്ക് സ്വർഗത്തിൽ ഇവിടെ നമുക്ക് ആരാധിക്കുവാൻ കഴിഞ്ഞില്ലെങ്കിൽ സ്വർഗത്തിൽ നമുക്ക് പോകാൻ കഴിയും. എല്ലാവരും പറഞ്ഞു ജീവിതമാണ് ആരാധന. ഞാൻ ജീവിതം എന്ന ആരാധനയെ കുറിച്ചല്ല. അവിടെ അവിടെ ഒരു സ്വരം കേട്ടു. എന്താണ്? പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ ഞാൻ സ്വരം കേട്ടു അല്ലേ? അവിടെ എന്താണ്? ഇവിടെ നാം ദൈവസന്നിധിയിൽ കർത്താവിനെ ആരാധിക്കുന്നതിൽ നമുക്ക് പിശുക്ക് നമ്മൾ കാണിക്കുന്നെങ്കിൽ നിത്യതയിൽ നമുക്ക് ആരാധിക്കാൻ കഴിയും നമുക്ക് തോന്നുന്നു. സ്തോത്രം. ഞാൻ എൻ്റെ വാക്കുകൾ സ്വീകരിക്കുക. ഈ സഭ ഞാൻ നിങ്ങളോട് പറയാം, ശക്തമായി നമ്മൾ പ്രവർത്തിക്കും. ദൈവ സാന്നിധ്യം ഇവിടെ
പരിശുദ്ധാത്മാവിന്റെ നിറവിവിടെ. സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ കണ്ണുകൾ ഒരു നിമിഷം അടയ്ക്കാം. ഹല്ലേലൂയ. കർത്താവേ സ്തോത്രം. വിശ്വസ്തൻ ആക്കിയെന്നെ കർത്താവേ, വിശ്വസ്തൻ ആക്കിയെന്നെ കർത്താവേ, വിശ്വസ്തൻ ആക്കിയെന്നെ കർത്താവേ, വിശ്വസ്തൻ ആക്കിയെന്നെ കർത്താവേ, ഓട്ടമോടേണ്ടതുണ്ട്, ജയം നേടേണ്ടതുണ്ട്, ഓട്ടമോടേണ്ടതുണ്ട്, ജയം നേടേണ്ടതുണ്ട്, ഓരോ നിമിഷവും കൃപ താ, ഓരോ നിമിഷവും കൃപ താ. ഞങ്ങൾ വാത്സല്യമായി സ്നേഹിക്കുന്നു വാഴ്ത്തപ്പെട്ട നിങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹം നല്ല സമയത്തിനായിട്ട് പ്രാവശ്യം സ്തോത്രം ചെയ്യുന്നു. എന്ന പകലിൽ കർത്താവ് സകല മുൻപാകെ കർത്താവായി പറഞ്ഞ കൃപ ചെയ്തു. കർത്താവ് ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് എന്നറിയണം. അവൻ എൻ്റെ ഉപനിധി ആ ദിവസം വരെ കാക്കുക ശക്തനെന്ന് ഉറച്ചു പിടിക്കും. കർത്താവെ പൗലോസിനൊക്കെ കർത്താവിനെ അറിയേണ്ടതുപോലെ അറിയുവാൻ കർത്താവ് കൊടുത്ത കൃപ സ്തോത്രം ഞങ്ങൾക്കും കർത്താവ് നൽകണമെന്ന് പ്രാർത്ഥിക്കും. യേശുവേ, നിങ്ങളുടെ നിത്യത ഒരിക്കലും നഷ്ടപ്പെട്ടു പോകുക ഇടയാകരുതെന്ന് പ്രാർത്ഥിക്കും. ഞങ്ങളുടെ കുറവുകളെ ഓർക്കരുത്. ഇന്നത്തെ പകലിൽ ഇവിടെ കർത്താവെ ആളുകളെ പ്രസംഗിച്ച ദൈവത്തിൻ്റെ വചനം അത് ഹൃദയങ്ങളെ 30, 60, 100 മീനിയായി വിളയുവാൻ ദൈവസന്നിധി നിങ്ങൾ പ്രാർത്ഥിക്കും. കർത്താവെ, നിങ്ങളുടെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്ന കാലഘട്ടത്തിൽ ഞങ്ങളുടെ ദൗത്യം എന്തെന്ന് നിങ്ങൾ തിരിച്ചറിയുവാൻ കർത്താവ് കൃപ ചെയ്യും. സകലങ്ങളുടെ നാമമഹത്വത്തിനായി തീരും. ക്രൂശിന്റെ മറവിൽ നിങ്ങൾ മറയും. പ്രാർത്ഥനയിട്ടിരിക്കുക. സ്തോത്രം. യേശുവിൻ നാമത്തിൽ ചോദിക്കുന്നു. സ്വർഗീയ